ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക്, അതിനകത്തിന് BAS സ്പെസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട് നമുക്ക്. അതുപോലെ PFA പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ അല്ലേ, PFA നിയമം പഠിക്കാനുണ്ട്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് പ്രിസർവേഷൻ മെത്തേഡ്സും പഠിക്കാനുണ്ട്. വളരെ 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 പ്രാധാന്യമുള്ളൊരു മേഖലയാണിത് കേട്ടോ. കാരണം കുറച്ച് മാത്രമേ പഠിക്കാനുള്ളെങ്കിൽ കൂടിയും കൂടുതൽ ചോദ്യങ്ങൾ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള മേഖലയാണ്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് നിയമങ്ങൾക്കും പ്രാതിനിധ്യമില്ല. പകരം FSSAI എന്ന് പറയുന്ന ഒരു നിയമമാണ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കമ്പാരിസൺ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസിലുള്ള കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മാത്രമല്ല, FSSAI കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ, കുറച്ച് റെഫറൻസ് ക്ലാസ്സുകൾ നമുക്ക് അരവിന്ദ് സാർ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിനകത്ത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെയാണ് ഞാൻ കവർ ചെയ്യുന്നത്. എക്സ്ട്രാ റെഫറൻസ് ആവശ്യമായിട്ടുള്ള പല മേഖലകളാണ് നമുക്ക് സാർ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്കാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം സംഭവിക്കാൻ സാധ്യത, നിങ്ങളുടെ കണ്ണ് തള്ളാൻ സാധ്യതയുണ്ട്. എന്തോരം PYQs അല്ലേ. നോക്കൂ, അക്കോർഡിംഗ് ടു PFA റൂൾ ബഫല്ലോ മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ എത്ര ഫാറ്റും SNF ചോദിച്ചിട്ടുണ്ട്. ബഫല്ലോ മിൽക്കിൽ PFA റൂൾ പ്രകാരം എത്ര? പണ്ടത്തെ ചോദ്യമാണ്, അന്ന് PFA ഉണ്ട്, നോ ഇഷ്യൂസ്. മിൽക്ക് ഷുഗർ ലാക്ടോസ് ഈസ് ഫോംഡ് ബൈ, മിൽക്ക് ഷുഗർ ലാക്ടോസിൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. പക്ക സയൻസ് ആണ്, ബുക്കിലുള്ളതാണ്. ടെമ്പറേച്ചർ ആൻഡ് ടൈം ഫോർ HTST മെത്തഡ് ഓഫ് പാസ്ചറൈസേഷൻ. രണ്ട് പാസ്ചറൈസേഷൻ മെത്തഡാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്, HTSTയും LTSTയും അല്ലേ. അപ്പോൾ ആ രണ്ടെണ്ണത്തിലും ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ വ്യത്യാസമുണ്ട്. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ്. ഇനി ദ ഫാറ്റ് കണ്ടന്റ് ഓഫ് ബട്ടർ ഷുഡ് ബി, ബട്ടറിൻ്റെ ഫാറ്റ് കണ്ടന്റ് എത്രയാകാം? അതും ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ പറഞ്ഞ PFAയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ചോദ്യം അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഫാറ്റ് കണ്ടന്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ആൻഡ് ടോൺഡ് മിൽക്ക്. ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്, രണ്ട് തരത്തിലുള്ള മിൽക്ക്. ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റ് ഈ പറഞ്ഞ പോലെ PFA റൂൾസ് പറഞ്ഞുതരാം. സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ SNF എത്ര വേണം, ഫാറ്റ് എത്ര വേണം. ടോൺഡ് മിൽക്ക് ആണെങ്കിൽ ഫാറ്റ് എത്ര വേണം, SNF എത്ര വേണം. ഡബിൾ ടോൺഡ് മിൽക്ക് ആകുമ്പോൾ ഫാറ്റ് എത്ര വേണം, SNF എത്ര വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കൂ, അത്രയും ചോദ്യങ്ങളല്ല, കഴിഞ്ഞില്ല. അടുത്ത സ്ലൈഡ് വരുന്നു, നോക്കൂ. മിൽക്ക് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ പറയുന്നവയിൽ ഏതിലാണ് മിൽക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? സോസ് മിൽക്ക് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ അയൺ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. പൊതുവേ മിൽക്ക് എന്താണ്, അയൺ ഡെഫിഷ്യൻ്റ് ആണ്, അയൺ കുറവാണ്. അതുപോലെ ആവറേജ് ലാക്ടോസ് കണ്ടന്റ് ഓഫ് കൗ മിൽക്ക്, ലാക്ടോസ് കണ്ടന്റ്, കൗ മിൽക്കിന് ലാക്ടോസ് കണ്ടന്റ് ചോദിച്ചിട്ടുണ്ട്. ദ മേജർ പ്രോട്ടീൻ ഇൻ ദ മിൽക്ക്, മിൽക്കിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം. അതിൽ അക്കോർഡിംഗ് ടു PFA ആൻഡ് BAS സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് മസ്റ്റ് കണ്ടെയ്ൻ. ഇത് 2019 വന്ന നോട്ടിഫിക്കേഷൻ, 21 പരീക്ഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെയും PFAയും BASും ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ PFAക്ക് ഉള്ള സാധ്യതയൊക്കെ പോയെങ്കിൽ കൂടിയും അവിടെയും ആ വർഷം ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്, നമുക്ക് സ്റ്റെറിലൈസേഷൻ അതുപോലെ വാസറേഷൻ അതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പ്രിസർവേഷൻ മെത്തേഡുമായി ബന്ധപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് അറ്റ് 29 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. വേണമെങ്കിൽ തെറ്റിച്ചേക്കാം എന്ന് കരുതി ചോദിച്ചാണ് 29 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്യൂനൽ ലാക്ടോമീറ്റർ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് കാലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ അറിയാം. ക്യൂനൽ ലാക്ടോമീറ്ററിൻ്റെ പ്രകാരം എത്രയാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി, ആസ് യൂഷ്വൽ നമുക്കറിയാം അല്ലേ. അതുപോലെ ആസ് പെർ BAS സ്റ്റാൻഡേർഡ്സ് കൗ മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ, കൗ മിൽക്കിൽ എത്രത്തോളം എന്തുണ്ട്, ഈ പറഞ്ഞ മിൽക്ക് ഫാറ്റും SNF ഉണ്ടായിരിക്കണം BAS സ്റ്റാൻഡേർഡ് പ്രകാരം അവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദ കോമണസ്റ്റ് മെത്തേഡ് ഫോർ പാസ്ചറൈസേഷൻ ഓഫ് പാക്ഡ് മിൽക്ക് ഒബ്റ്റൈൻഡ് ഇൻ കേരള, അത് നമ്മുടെ നിലവിൽ മിൽമയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മിൽമയൊക്കെ എങ്ങനത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പാസ്ചറൈസേഷൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു PFA റൂൾസ് ക്രീം ഷുഡ് കണ്ടെയ്ൻ എ മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ്, ക്രീമിൽ എത്ര മിനിമം മിൽക്ക് ഫാറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ യൂസ് ഫോർ കണ്ടിന്യൂസ് ഫ്ലോ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്, പിന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, മിൽക്ക് വിച്ച് കണ്ടെയ്ൻ മാക്സിമം 1.5 ഫാറ്റ് ആൻഡ് 9% SNF, അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ വാട്ട് ടൈപ്പ് ഓഫ് ഇമൾഷൻ ഈസ് മിൽക്ക് ഫാറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സിലബസ് മാറിയതിന് ശേഷം ഒറ്റ ചോദ്യമാണ് ഈ മേഖലയിൽ ചോദിച്ചിട്ടുള്ളത്. മിൽക്ക് ഫാറ്റ് അല്ലേ, എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ഇമൾഷൻ ഈസ് മിൽക്ക് ഫാറ്റ്, മിൽക്ക് ഫാറ്റ് എങ്ങനെയുള്ള എമൾഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആദ്യം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഓവർവ്യൂ. എന്താ മിൽക്ക്? മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഫുഡ് എന്ന് വിളിക്കുന്നു അല്ലേ. സമീകൃത ആഹാരമുണ്ട്, സമ്പൂർണ്ണ ആഹാരമുണ്ട്. മിൽക്കിനെ നമ്മൾ ശരിക്കും സമീകൃത ആഹാരം എന്നാണ് മലയാളത്തിൽ പറയുക. കാരണം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തോതിൽ ജലവുമുണ്ട്. മുട്ട എന്ന് പറയുന്നത് സമ്പൂർണ്ണ ആഹാരമാണ്. പക്ഷേ നമ്മുടെ ആവശ്യമായ അനുപാതത്തിൽ ജലമില്ലാത്തതുകൊണ്ട് മുട്ടയെ നമ്മൾ സമ്പൂർണ്ണ ആഹാരം എന്ന് വിളിക്കുന്നത് അല്ലേ.
മിൽക്ക് ഈസ് എ കംപ്ലീറ്റ് ഫുഡ്. മിൽക്ക് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും ഒരു അനിമലിന്. ആൻഡ് ഫോംസ് ദ സ്റ്റേപ്പിൾ ഡയറ്റ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. സ്റ്റേപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിരന്തരമായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് അല്ലേ, അല്ലെങ്കിൽ ആശ്രയിക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ള ഫുഡാണ് സ്റ്റേപ്പിൾ ഫുഡ് അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡാഷ് ഈസ് എ സ്റ്റേപ്പിൾ ഡയറ്റ് ഫോർ ക്യാറ്റിൽ ഇൻ കേരള എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സ്ട്രോ അല്ലേ, സ്ട്രോ. എന്താണ്? പാഡി സ്ട്രോ. കാരണം എന്താണ്, ഈ പുസ്തകമൊക്കെ എഴുതുന്ന സമയത്ത് കേരളത്തിൽ ഇഷ്ടം പോലെ നെൽകൃഷി ഉണ്ടായിരുന്നു, അതിന് ഇഷ്ടം പോലെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് എന്തുണ്ടായിരുന്നു? പാഡി സ്ട്രോ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പശുവിന് വൈക്കോൽ കൊടുക്കുന്ന ഒരു ശീലം പണ്ടേ നമുക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ആശ്രയിക്കാവുന്ന ദിവസവും കിട്ടുന്ന തരത്തിലുള്ള സ്റ്റേപ്പിൾ ഡയറ്റ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്ത്? മിൽക്ക് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ മിൽക്ക് ഒരു കംപ്ലീറ്റ് ഫുഡാണ്, നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റായിട്ട് നമുക്ക് തന്നെ ആശ്രയിക്കാൻ കഴിയും. കാരണം നമുക്ക് ഒരുപെട്ട എല്ലാവർക്കും വലിയ പ്രശ്നങ്ങൾ, ഒരു മിഡിൽ ക്ലാസ് ടു ലോവർ മിഡിൽ ക്ലാസ്സിന് വരെ ഇപ്പോൾ എല്ലാ ദിവസവും പാല് ഫുഡിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യമാണ് അല്ലേ, അങ്ങനെ ആകണമെന്നുള്ളതാണ്. ദ വാല്യൂ ഓഫ് മിൽക്ക് ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു വേരിയസ് പ്രൊഡക്റ്റ്. അത് നമ്മൾ വാല്യൂ അഡീഷൻ എന്ന് പറയും അല്ലേ. നമുക്ക് ഈ പറഞ്ഞ മിൽക്കിനെ നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് ഒത്തിരി പ്രൊഡക്ട്സ് ആക്കി മാറ്റി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഉദാഹരണം ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് മിൽക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലേ. പനീർ ആവട്ടെ, ചീസ് ആവട്ടെ, ഐസ്ക്രീം ആവട്ടെ, ഒത്തിരി പ്രൊഡക്ട്സ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ മിൽക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? നമുക്കതിനെ ഒന്ന് ഡിഫൈൻ ചെയ്താലോ. മിൽക്ക് ഈസ് ഡിഫൈൻഡ് ആസ്, ഒരു കെമിസ്റ്റ് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കെമിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എമൽഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ നമുക്ക് ഒരിക്കലും വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിയുമോ മക്കളെ? കഴിയില്ല. അതിനെ എമൽസിഫൈ ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി എണ്ണ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ലയിക്കില്ല, നമ്മളോളം കുലിക്കഴിഞ്ഞാൽ എമൽഷൻ ആവും അല്ലേ, കലങ്ങി വരുമല്ലോ, എമൽഷൻ ആവും. അപ്പോൾ അങ്ങനെ കെമിസ്റ്റ് എന്താണ് പറയുന്നത്? എമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ എ വാട്ടറി സൊല്യൂഷൻ. വാട്ടറി സൊല്യൂഷൻ, അതായത് ഒരു വെള്ളത്തിലുള്ള സൊല്യൂഷനുള്ള എമൽഷൻ ഓഫ് ഫാറ്റ്. നമുക്ക് ആ സൊല്യൂഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ലാക്ടോസ് ഉണ്ടായിരിക്കും, മിനറൽ സാൾട്ട്സ് ഉണ്ടായിരിക്കും, ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഇനി പ്രോട്ടീൻ കറക്റ്റ് സോളിബിൾ ആണോ? അല്ല, അതൊരു കൊളോയിഡൽ സൊല്യൂഷനായിട്ട് മാത്രമേ കാണപ്പെടൂ. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തെ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുത്താൽ അത് കുറച്ച് മുട്ടയുടെ വെള്ളം ഇട്ട് നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുപോലെ മിൽക്ക് ഫാറ്റ് പോലെ എമൽഷനായിട്ടല്ല അത് കാണപ്പെടുന്നത്, ഒരു കൊളോയിഡൽ സൊല്യൂഷനായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കെമിസ്റ്റ് എന്താ പറയുന്നത്? എമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ വാട്ടറി സൊല്യൂഷൻ. ആ വാട്ടറി സൊല്യൂഷൻ എന്തൊക്കെ ഉണ്ടാവും? ഡയറക്റ്റ് സോളബിൾ ആയിട്ടുള്ള ലാക്ടോസ് ഉണ്ടാവും, മിനറൽ സാൾട്ട്സ് ഉണ്ടാവും, പിന്നെ പ്രോട്ടീൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് ഒരു മിൽക്കിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്കൊരു കെമിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഒന്നുകൂടെ പറയാം, മിൽക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ എ വാട്ടറി സൊല്യൂഷൻ. ആ വാട്ടറി സൊല്യൂഷൻ എന്തൊക്കെ ഉണ്ടാവും? ലാക്ടോസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മിൽക്കിൽ കാണപ്പെടുന്ന എന്താണ്? ഷുഗർ ആണ് ലാക്ടോസ് അല്ലേ. ലാക്ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താണ്? ഡൈസാക്രൈഡ് ആണ്. ഏതൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞുതരാം. ഡൈസാക്രൈഡ് ആണ്. അതിനോടൊപ്പം റിയൽ ആയിട്ടുള്ള സോളിബിൾ ആയിട്ടുള്ള മിനറൽ സാൾട്ടുകളും ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെന്താണ്? കൊളോയിഡൽ സൊല്യൂഷനായിട്ട് പ്രോട്ടീനും ഉണ്ടായിരിക്കും. ഇതാണ് മിൽക്ക്. നോക്കാം, മിൽക്ക് മേ ആൾസോ ബി ഡിഫൈൻഡ് ആസ്, മറ്റൊരു ഡെഫിനിഷൻ നോക്കാം, ഹോൾ, പൂർണ്ണമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ. നമ്മൾ കറക്കുമ്പോഴത്തേക്കും തുടക്കം മുതൽ ഒടുക്കം വരെ കറങ്ങെടുത്താൽ മാത്രമേ അതിനെ പാലെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഹോൾ. ഫ്രഷ് ആയിരിക്കണം. നമ്മൾ കറന്ന് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞാൽ അതിന് മിൽക്ക് എന്ന് വിളിക്കാൻ പറ്റണമെന്നില്ല. 3 ദിവസം തൊട്ടിയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 3 ദിവസം വന്നാൽ മിൽക്ക് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആയിപ്പോകും അല്ലേ. ഹോൾ, ഫ്രഷ്, ക്ലീൻ ആയിരിക്കണം. അതിനകത്ത് നല്ലപോലെ അഴുക്കും ഡേർട്ടൊക്കെ വീണാൽ പിന്നെ അതിന് മിൽക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ചാണകവെള്ളം മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഹോൾ, തുടക്കം തൊടുക്കം വരെ ഫ്രഷ് ആയിട്ടുള്ള, ഇപ്പം തന്നെ കറന്നെടുത്തത്, ക്ലീൻ ആയിട്ടുള്ളത്, വൃത്തികിടന്ന് വീഴാത്തത്. ലാക്റ്റിയൽ സെക്രീഷൻ അല്ലേ. ലാക്റ്റിയൽ സെക്രീഷൻ ആണ് നമ്മുടെ എന്താണ്? നമ്മുടെ അഡറിൽ നിന്ന് വരുന്ന സെക്രീഷൻ അല്ലേ. നോക്കൂ, ഒബ്റ്റെയിൻഡ് ബൈ ദ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് 1 or more ഹെൽത്തി മിൽക്ക് അനിമൽസ്. ഞാൻ നേരത്തെ ഇവിടെ ഹോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിൽക്കിങ്ങിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾ അങ്ങനെയല്ല പറയുന്നത്, വേണമെങ്കിൽ ഇത് നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യില്ല, കറക്റ്റാക്കി പറയാം. അവിടെ എനിക്ക് പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ക്യാൻ പാത്രം കറന്ന് വെച്ചേക്കുന്നു, 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് 2 കപ്പ് പാലങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഹോൾ മിൽക്കാണോ? അല്ല അല്ലേ.
ഏകദേശം സ്കിം മിൽക്ക് പോലെ ഒരു ക്യാൻ നിറച്ച് പാല് കറന്ന് വെച്ചേക്കുക 2 മണിക്കൂർ അനക്കാതെ വെച്ചിട്ട് മുകളിൽ നിന്ന് 2 കപ്പ് പാല് അനക്കാതെ പതുക്കെ കോരി മാറ്റിയാൽ അതിൻ്റെ മുകളിൽ നോർമലി ക്രീമി സെപ്പറേഷൻ ഉണ്ടാവില്ലടാ. ഫാറ്റ് പൊന്തി വരത്തില്ല. ഫാറ്റ് മൊത്തം കോരി എടുത്ത അടിയിലുള്ളത് നിയർലി ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കുറയും. അപ്പോൾ അത് പാലായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ? അതാ പറഞ്ഞത്, അതാ അവിടെ പറഞ്ഞത് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ മിൽക്ക് എന്താണ് മറ്റൊരു ഡെഫിനിഷൻ ഹോളായിരിക്കണം. അതിപ്പോൾ കറന്ന് എടുത്ത മുഴുവൻ സാധനം ഉണ്ടാവണം അതിനകത്ത്. അതിനകത്ത് ഒരു പാർട്ടിൽ സാധനം മാറ്റാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരിക്കണം. കറന്ന് വെച്ച് 3-ാമത്തെ ദിവസം എടുത്തിട്ട് അത് മിൽക്കെന്ന് പറയാൻ കഴിയില്ല. ക്ലീൻ ആയിരിക്കണം. ചാണകവെള്ളം കലക്കി ഒഴിച്ചാൽ അത് മിൽക്കാവില്ല. ലാക്റ്റിയൽ സെക്രീഷൻ ആയിരിക്കണം. ഇനി എങ്ങനെയാണ് ഒബ്റ്റൈൻഡ് ബൈ ദ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് 1 or more ഹെൽത്തി മിൽച്ച് ആനിമൽസ് അല്ലേ? ഒന്നോ അതിലധികമോ ഹെൽത്തി ആയിട്ടുള്ള മിൽച്ച് അനിമൽസിനെ തുടക്കം മുതൽ ഒടുക്കം വരെ കറന്നാൽ മാത്രമേ അതിനെയാണ് നമുക്ക് പാലെന്ന് വിളിക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ് ഒടുക്കം വരെ കറക്കണമെന്ന് പറഞ്ഞത്? തുടക്കത്തെ 2-3 സ്ട്രിപ്സ് നമുക്ക് കളയാൻ കേട്ടോ, നിർബന്ധമായിട്ടും കളയണം. കാരണം അവിടെ എന്തായിരിക്കും, ബാക്ടീരിയൽ ലോഡ് കൂടുതലായിരിക്കും. അവസാനത്തെ സ്ട്രിപ്സ് നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ കൊടുത്ത് സംഭവിക്കും, അവസാനത്തെ ഫ്യൂ സ്ട്രിപ്സാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ഫാറ്റുള്ള സ്ട്രിപ്സ് കേട്ടോ. അതുകൊണ്ട് അവസാനത്തെ സ്ട്രിപ്സ് വരെ കറന്നെടുക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് കംപ്ലീറ്റ് മിൽക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പകുതി കറന്നിട്ട് നമ്മൾ നിർത്തിയാൽ കിട്ടുന്നതിനെ നമുക്ക് പാലെന്ന് വിളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല എന്നാണ് നമ്മുടെ ഈ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമുണ്ട്, ഹെൽത്തി മിൽച്ച് അനിമൽസിന് തന്നെ കറക്കണം കേട്ടോ. ഹെൽത്തി മിൽച്ച് അനിമൽസിനെ തന്നെ കറക്കണം. മാസ്റ്റൈറ്റിസ് ഉള്ള പശുവിനെ കറന്നിട്ട് കിട്ടുന്ന സാധനത്തിന് പാലെന്ന് വിളിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അവിടെ ഒരു എക്സ്ക്ലൂഷൻ കൂടെ ഉണ്ട്. എന്താണ്? കാവിങ്ങിന് 15 ദിവസം മുന്നേ കറന്നാൽ അതിന് നമുക്ക് പാലെന്ന് വിളിക്കാൻ കഴിയില്ല. അതുപോലെ കാവിങ്ങിന് ശേഷം 5 ദിവസം അല്ലെ, ഈ ഒരു 20 ദിവസം കറക്കുന്നതിൽ കൂടുതലും കൊളസ്ട്രം കണ്ടന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? കാവിങ് അടുത്ത് വരുന്നു, ലാസ്റ്റ് 10-15 ദിവസം ആകുമ്പോഴത്തേക്കും അകിടിലേക്ക് എന്ത് വന്ന് നിറയും? ഇമ്മ്യൂണോഗ്ലോബിനാൽ സമ്പുഷ്ടമായിട്ടുള്ള കൊളസ്ട്രം വന്ന് നിറയുന്ന സമയമാണ് അല്ലേ? അത് നമുക്ക് പ്രസവിക്കുന്ന സമയത്തും പ്രസവിച്ച് 3-4 ദിവസം മാക്സിമം 5-ാമത്തെ ദിവസം നമുക്ക് ക്ലിയർ ആവും. എന്നാലും ഈ ഡെഫിനിഷനിൽ പറയുന്നത് 15 days to അല്ലേ, അതായത് പ്രയർ കാവിങ്ങിന് 15 ദിവസം മുന്നേയും 5 ദിവസത്തിന് ശേഷവും വരുന്ന പാലിനെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിന് നമുക്ക് മിൽക്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം കൺസെപ്റ്റ്. മിൽക്ക് എന്താ? മിൽക്ക് ഒരു കെമിസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ എ വാട്ടറി സൊല്യൂഷൻ ഓഫ് ലാക്ടോസ് ആൻഡ് മിനറൽ സാൾട്ട്സ് വിത്ത് പ്രോട്ടീൻ ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ട് അവിടെ, അതിൽ പ്രോട്ടീൻ എന്തായിട്ടാണ്? കൊളോയിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്, കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് ഡിസോൾവ് ആയ ലാക്ടോസും ഉണ്ട്, മിനറൽ സാൾട്ട്സും ഉണ്ട്. അതിനോടൊപ്പം പിന്നെന്തുണ്ട്? ഫാറ്റ് എങ്ങനെയാണ്? ഇമൽഷനായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. അതൊരു എന്താണ്? മിൽക്ക് ഈസ് ഡിഫൈൻ ഹോൾ ഫുൾ, പൂർണ്ണമായിട്ടും കറന്നെടുത്ത ഫുള്ള് വേണം, ഫ്രഷ് ആയിരിക്കണം, അപ്പം തന്നെ എടുക്കണം, ക്ലീൻ ആയിരിക്കണം, വേറെ ചാണകവെള്ളമൊന്നും വീഴാൻ പാടില്ല, ലാക്റ്റിൽ സെക്രീഷൻ ആയിരിക്കണം. അത് എങ്ങനെ ആയിരിക്കണം? കംപ്ലീറ്റ് മിൽക്കിംഗ് ഉണ്ടാവണം, തുടക്കം മുതൽ ഒടുക്കം വരെ കറക്കണം. അതുപോലെ എന്താണ്? 1 or more ഹെൽത്തി അനിമൽസിനെ തന്നെ കറന്നെടുക്കണം. അതുപോലെ അതിൽ എന്ത് എക്സ്ക്ലൂഡ് ആവണം? 15 ദിവസം, നമ്മുടെ കാവിങ്ങിന് 15 ദിവസം മുന്നേയും 5 ദിവസം ശേഷവുമുള്ള പാല് എന്തായിട്ട് കൂട്ടാൻ പറ്റത്തില്ല എന്ന് വരുന്ന സാധനത്തിന് നമുക്ക് പാലെന്ന് കണക്കാക്കാൻ പറ്റത്തില്ല. 2 ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കി. അത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, കഥ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ നോക്കാം. ഒന്ന്, വാട്ടർ 87.25% ഉണ്ട് കേട്ടോ ജലാംശം. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഡ്രൈ മാറ്റർ, അതിനകത്തുള്ള ഉണക്കിയെടുത്താൽ കിട്ടുന്ന സാധനം. അതെത്ര? 12.75. അപ്പോൾ 87.25-ഉം 12.75 കൂടെ കൂട്ടിയാൽ 100 കിട്ടൂലേ മക്കളെ? 100 കിട്ടൂലേ? 100 കിട്ടും. അപ്പോൾ ഇനി ഈ ഡ്രൈ മാറ്ററിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ജലാംശം 87.25. അപ്പോൾ ഈ ഡ്രൈ മാറ്റർ, ബാക്കിയുള്ള ഡ്രൈ മാറ്റർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. ഫാറ്റ് 3.8 ഫാറ്റ്. അതുപോലെ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും 3.5 ആണ് വരുന്നത്. 3.5 പ്രോട്ടീൻ വരിക. അതുപോലെ ലാക്ടോസ് 4.8 വരിക, 4.8. അതുപോലെ ആഷ് 0.65. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, SNF എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ 3ൻ്റെയും കൂടെ തുകയാണ്. പ്രോട്ടീൻ്റെയും ലാക്ടോസിൻ്റെയും ആഷിൻ്റെയും കൂടെ തുകയാണ് സോളിഡ് നോട്ട് ഫാറ്റ്. അപ്പോൾ ടോട്ടൽ സോളിഡ് എന്താണ്? ഡ്രൈ മാറ്റർ ആണ് ടോട്ടൽ സോളിഡ് എന്ന് പറഞ്ഞാൽ. അതിലുള്ള ഫാറ്റിൻ്റെ അളവിടെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്താണ്? SNF എന്ന് പറയും, സോളിഡ് നോട്ട് ഫാറ്റ്. SNF ഇത് ഫാറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ടോട്ടൽ സോളിഡ്സ്. ഫൈൻ. അപ്പോൾ മിൽക്കിൽ ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി ഉള്ള സാധനം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ് മക്കളെ? ഫാറ്റാണ്. കാരണം ഫാറ്റ് പെർസെൻറ്റേജ് ആണ് വളരെയധികം കൂടിയും വളരെയധികം കുറഞ്ഞിരിക്കും. രാവിലത്തെ ഫാറ്റ് ആയിരിക്കില്ല ഉച്ചക്കത്തെ ഫാറ്റ്.
അപ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ പൊതുവെ വേരിയബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വേരിയബിലിറ്റി കുറവുള്ളതാണെന്ന് വെച്ചാൽ ലാക്ടോസിനാണ് കേട്ടോ. അങ്ങനെ ചോദിക്കാൻ വെച്ചിട്ടില്ല, ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ രാവിലെ ഉള്ള ഫാറ്റ് ആയിരിക്കില്ല, രാവിലെ 3%, ചിലപ്പോൾ വൈകുന്നേരം എന്തായിരിക്കും 4-4% ഉണ്ടായിരിക്കും. കാര്യം എന്താണ്, അളവ് കുറയും. പാലിൻ്റെ അളവ് കുറഞ്ഞതനുസരിച്ച് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ പല കാരണങ്ങളും ഫാറ്റ് കണ്ടൻറ്റ് വലിയ വേരിയേഷൻ വരും. നമുക്കറിയാം ബഫലോയുടെ ഫാറ്റ് അല്ല പശുവിൻ്റെ ഫാറ്റ് വൻ വേരിയേഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ SNF വലിയ വേരിയേഷൻ അങ്ങനെ കണ്ടുവരാറ് ഇല്ല, അൺലെസ് നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തില്ല എങ്കിൽ അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇത്രയാണ് കമ്പോണൻസ്. വാട്ടർ 87.25, ഡ്രൈ മാറ്റർ 12.75. അതുപോലെ ഇതെല്ലാം കൂട്ടുമ്പോഴത്തേക്കും 12.75 കിട്ടുമോ? കിട്ടണം, കൂട്ടി നോക്കണം കേട്ടോ നിങ്ങൾ. 3.80, 3.50, 4.80, 0.65 കൂട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 12.75 കിട്ടണം, നല്ല കണക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ SNF എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പ്രോട്ടീൻ വരും, സോളിഡ് നോട്ട് ഫാറ്റ് അല്ലേ, പ്രോട്ടീൻ വരും, ലാക്ടോസ് വരും, ആഷ് വരും. ആഷ് എന്ന് പറയുന്നത് മിനറൽസ് എല്ലാം അതിനകത്ത് പെടും കേട്ടോ, മിനറൽസും വൈറ്റമിൻസ് എല്ലാം ബാക്കിയെല്ലാം അതിനകത്ത് പെടും. പിന്നെ വരുന്ന പ്രധാനമായിട്ടും എന്താണ്, ഫാറ്റാണ്. ഫാറ്റ് 3.8%. ഇതാണ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അംഗീകരിച്ചിരിക്കുന്ന കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, വ്യത്യാസങ്ങൾ ഇനിയും വരും, പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് നോക്കാം, ലാക്ടോസ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എന്താണ്? ലാക്ടോസ് ഈസ് ദ മിൽക്ക് ഷുഗർ വിച്ച് ഈസ് എ ഡൈസാക്കറൈഡ്. ഇതൊരു ഡൈസാക്കറൈഡ് ആണ്. ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മോണോസാക്കറൈഡ് ആണ്. മോണോസാക്കറൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോഴും എൻ്റെ ആ പറഞ്ഞ പോലെ ഒരു സിംഗിൾ റിംഗ് ആകുമ്പോൾ C6 6 കാർബണുകൾ ചേർന്ന് വരുന്ന റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കെമിസ്ട്രിയിലോട്ട് പോകുന്നില്ല. എന്തായാലും രണ്ട് മോണോസാക്കറൈഡുകൾ ചേർന്നാണ് ഈ പറഞ്ഞ ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിൽ ഒന്നെന്താണ്? ഗാലക്ടോസും ലാക്ടോസിന്റെ ഭാഗമായിട്ടുള്ള സാധനം ലാക്ടോസ് അല്ലേ, ആ പേര് തന്നെ ഉണ്ട്. ഗ്ലൂക്കോസും കൂടെ ചേർന്നാണ് എന്തുണ്ടാവുക? ലാക്ടോസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ, മറന്നു പോകരുത്. എന്തൊക്കെയാണ്? ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടെ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? നമ്മുടെ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗർ, മിൽക്ക് ഷുഗർ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ മിൽക്ക് പ്രോട്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം, മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അനിമൽ സോഴ്സ് എന്ന് വരുന്ന ഫുഡാണല്ലേ. അപ്പോൾ എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡും കാണും അല്ലേ, ഉറപ്പായിട്ടും കാണും. നമുക്ക് മിൽക്ക് പ്രോട്ടീൻ കണ്ടെയ്ൻസ് ആൾ 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് റിക്വയർഡ് ബൈ ഹ്യൂമൻസിന് ഏകദേശം ഡയറ്ററി എസൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളുടെ എണ്ണം 9 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ഏതിലുണ്ട്? മിൽക്കിലുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പാല് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റുകൾ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മീറ്റ് ഒരുപാട് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ പറഞ്ഞ അമിനോ ആസിഡ് റിക്വയർമെൻറ്റ് മിൽക്കിൽ നിന്നോ മുട്ടയിൽ നിന്നോ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. നോക്കാം, മിൽക്ക് പ്രോട്ടീൻ കണ്ടെയ്ൻസ് ആൾ 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് റിക്വയർഡ് ബൈ ഹ്യൂമൻസ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ അല്ലേ. എന്താണ് മിൽക്കിലുള്ളത്? പ്രധാനമായിട്ടും കെയ്സീനും ഉണ്ട്, വേ പ്രോട്ടീനും ഉണ്ട്. കെയ്സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിൻ്റെ ഒരു വെള്ള നിറത്തിന് കാരണമായിട്ടുള്ളത് കെയ്സീനാണ് അല്ലേ. അതുപോലെ മേജർ മിൽക്ക് പ്രോട്ടീൻ എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം കെയ്സീനാണ്. കെയ്സീൻ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 80% ഓഫ് മിൽക്ക് പ്രോട്ടീൻ. അതായത് മൊത്തം മിൽക്ക് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 80% എന്താണ് മക്കളെ? കെയ്സീനാണ് അല്ലേ. അപ്പോൾ കെയ്സീനും ഉണ്ട്, വേ പ്രോട്ടീനും ഉണ്ട്. വേ പ്രോട്ടീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരിക്കും. കാരണം പ്രോട്ടീൻ റിക്വയർമെൻ്റൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേ പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. എന്താ വേ പ്രോട്ടീൻ? വേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുവാ? നിങ്ങൾ പനീർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കില്ലേ നമ്മൾ? നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോഴത്തേക്കും പാല് ചൂടാക്കി നാരങ്ങ പിഴിഞ്ഞെങ്കിൽ പാല് പിരിയും. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് വരത്തില്ല, അതാണ് വേ. അതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് വേ നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? വലിയ വലിയ ചീസ് ഫാക്ടറികളിൽ അല്ലേ. ചീസ് ഫാക്ടറികളിൽ നമ്മൾ ഇതിനെ ആസിഡ് കൊയാഗുലേഷന് വിധേയമാക്കുമ്പോഴത്തേക്കും വളരെ വേഗം എന്താണ് നമുക്ക് വേ എന്ന് പറയുന്ന ലിക്വിഡ് ഇതിനകത്ത് മാറിക്കിട്ടും. അതിനകത്തുനിന്ന് വളരെ കുറച്ച് ശതമാനം മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വേ ഉണ്ടെങ്കിൽ നമുക്ക് 1 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, 1 ഗ്രാം വേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് വില കൂടുതലും. അപ്പോൾ നമുക്ക് അതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും. 2 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, ഒന്നാണ് കെയ്സീനും 2 വേ പ്രോട്ടീനും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കെയ്സീനാണ് ഉള്ളത് കേട്ടോ. കെയ്സീൻ അതിൽ 80% മിൽക്ക് പ്രോട്ടീനും എന്താണ്? കെയ്സീനാണ്. അപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടാകുന്ന പ്രോട്ടീനാണ് കെയ്സീനാണ്. അതുപോലെ ബാക്കി ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ കൊയാഗുലേറ്റഡ് പ്രൊഡക്ട്സിലെല്ലാം നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഈ വെള്ളം ഒഴിക്കി കളയും. ആ വെള്ളത്തിലാണ് വേ പ്രോട്ടീൻ ഉണ്ടാവുക. അത് കൂടുതലും ഗ്ലോബുലേറ്റ്സ് ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്താണ്? കെയ്സീനാണ്. കെയ്സീൻ എന്താണ്? ആസിഡ് കൊയാഗുലേറ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളിലേക്ക് അങ്ങ് മാറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മിൽക്കിലുള്ള പ്രോട്ടീൻ ഏതാണ് മക്കളെ? കെയ്സീനാണ്. കെയ്സീൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കെയ്സീൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അബൌട്ട് 80% ഓഫ് മിൽക്ക് പ്രോട്ടീൻ. മിൽക്ക് പ്രോട്ടീൻ്റെ 80% കെയ്സീനാണ്.
വേ പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് ലാക്ടോ ഗ്ലോബുലിൻസ് ഉണ്ട്, ലാക്ട് ആൽബുമിൻസ് ഉണ്ട്, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ്, ഇതെല്ലാം ചേർത്താണ് എന്ത് വേ പ്രോട്ടീൻസ്. അപ്പോൾ വേ പ്രോട്ടീൻസ് എന്തൊക്കെയുണ്ട് പ്രധാനമായിട്ടും? ലാക്ടോ ഗ്ലോബുലിൻസ്, ലാക്ട് ആൽബുമിൻസ്, അതുപോലെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ്. അപ്പോൾ വേക്ക് ആ ഒരു നിറം കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എന്താണ്? റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് വൈറ്റമിൻ അല്ലേ, വൈറ്റമിൻ B2 ആണ് നമ്മുടെ വേക്ക് ഒരു പ്രത്യേക കളറില്ലേടാ, ഒരു മഞ്ഞ കലർന്ന പച്ച കളറില്ലേ, ആ കളർ കൊടുക്കുന്ന റൈബോഫ്ലാവിനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേ എന്ന് പറയുമ്പോൾ നല്ലൊരു വേ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും നമുക്ക് കഴിക്കാനായിട്ട്. വേ കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വേ ഡ്രിങ്കുകളൊക്കെ കഴിക്കാൻ കിട്ടും. അല്ല, ഹെൽത്തി ഡ്രിങ്കുകളാണ്, ഡയറ്റ് ഡ്രിങ്കാണ് വേ ഡ്രിങ്ക്. കാരണം ഒരുപാട് എന്തില്ല, എനർജി കുറവാണ് അതിനകത്ത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വേ പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് ലാക്ടോ ഗ്ലോബുലിൻ, ലാക്ട് ആൽബുമിൻ ആൻഡ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ്. ഓക്കെ, അപ്പോൾ നോക്കാം, ഒന്ന് ലാക്ടോസ് പഠിച്ചു. എന്നാൽ ലാക്ടോസ് എന്ന് പറയുമ്പോൾ ഒരു ഡൈസാക്രൈഡ് ആണ്. അതിനകത്ത് 2 സിംഗിൾ ആയിട്ടുള്ള 2 ഗ്ലൂക്കോസ് തന്മാത്രകൾ, ഒരു ഗ്ലൂക്കോസ് ഒരു ഗാലക്ടോസ്, അങ്ങനെ 2 ഷുഗറുകൾ ചേർന്നാണ് ഉണ്ടാകുന്ന ഡൈസാക്രൈഡ് ആണ് എന്താ ഈ പറഞ്ഞ ലാക്ടോസ്. ഒന്ന് ഗാലക്ടോസും ഒന്ന് ഗ്ലൂക്കോസും. അതുപോലെ മിൽക്ക് പ്രോട്ടീനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത് അനിമൽ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ 9 എസൻഷ്യൽ അമിനോ ആസിഡുകളും അതിനകത്തുണ്ട്. അതുപോലെ 2 തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കെയ്സീൻ, പ്രധാനപ്പെട്ട പ്രോട്ടീൻ 80%, വേ പ്രോട്ടീൻ എത്ര? ബാക്കി 20%. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ലാക്ടോ ഗ്ലോബുലിൻസ് ഉണ്ട്, ലാക്ട് ആൽബുമിൻസ് ഉണ്ട്, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം വൈറ്റമിൻസ് അല്ലേ. മിൽക്ക് കണ്ടെയ്ൻസ് വാട്ടർ സോളബിൾ വൈറ്റമിൻസ്. നമുക്കറിയാം മിൽക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാറ്റും ഉണ്ട്, എന്തുണ്ട്? വാട്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സാധനത്തും ഉണ്ട്. തൈമിൻ ഉണ്ട്, റൈബോഫ്ലാവിൻ ഉണ്ട്, നിയാസിൻ ഉണ്ട്, പാൻഡോത്തനിക് ആസിഡ് ഉണ്ട്, പിരിഡോക്സിൻ ഉണ്ട്, സയനോക്ലോബാമിൻ ഉണ്ട്, വൈറ്റമിൻ സിയും ഫോളിക് ആസിഡ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടർ സോളബിൾസ് എല്ലാം ഉണ്ട്. അതുപോലെ ഫാറ്റ് സോളബിൾ നമുക്കറിയാം ADE ആൻഡ് K അല്ലേ. അടക്കാണ് ഫാറ്റ് സോളബിൾ എന്ന് പറയുമ്പോഴത്തേക്ക്. ഫാറ്റ് ഉള്ള മിക്കവാറും ഫാറ്റ് നമുക്ക് കിട്ടുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും വൈറ്റമിൻ Aയും Dയും Eയും Kയും സമൃദ്ധമായി അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതെല്ലാം ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? വാട്ടറും 87% ഉള്ളത് കൊണ്ട് തന്നെ, 87.2% ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ സോളബിൾ വൈറ്റമിൻസ് അവിടെ ഉണ്ട്. മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് മേജർ മിനറൽസ് ലൈക്ക് കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം ആൻഡ് മെനി ട്രേസ് മിനറൽസ്. മിക്കവാറും മിനറൽസും എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾ ആദ്യത്തെ 6 മാസം വരെ വളരുന്നത് എന്താണ്? പാല് കുടിച്ചിട്ടാണ് അല്ലേ. പശുവിൻ്റെ കുട്ടിയും വളരുന്നത് പാല് കുടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അതിൻ്റെ ശരീരത്തിന് ആവശ്യമായ ഏറെക്കുറെ എല്ലാ സാധനം ഉണ്ട് എന്ന്. ഓക്കെ, മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് മേജർ മിനറൽസ് ലൈക്ക് ഏതൊക്കെയാണ്? കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. ഫോസ്ഫറസ്, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്തിനു വേണം? നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വേണം അല്ലേ. പൊട്ടാസ്യം, അതുപോലെ മറ്റുള്ള പല ട്രേസ് മിനറൽസിൻ്റെയും നല്ലൊരു സോഴ്സാണ്. അപ്പോൾ എന്തൊക്കെയായി മക്കളെ? നമുക്ക് അതിനകത്തുള്ള പഞ്ചസാരയെ പഠിച്ചു, അതുപോലെ പ്രോട്ടീനെ പഠിച്ചു, പിന്നെന്താണ് വൈറ്റമിൻസിനെ ഏതൊക്കെയാണെന്ന് പഠിച്ചു, അതുപോലെ പിന്നെന്താണ് മറ്റുള്ള മിനറൽസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് എത്ര? 90%. അതുകൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുക. ബയോളജിക്കൽ വാല്യൂ. അപ്പോൾ നമ്മൾ ആ ഒരു മിൽക്ക് കഴിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ബയോളജിക്കൽ വാല്യൂ കണക്ക് കൂട്ടുന്നതാണ് 90%. അതൊരു മികച്ച ആഹാര പദാർത്ഥമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് അത്രയും കഴിച്ചുകൊണ്ട് ഒരുപക്ഷെ ജീവിക്കാൻ പറ്റുന്നത്. ഇപ്പോഴും നിങ്ങൾ ഇഷ്ടം പോലെ പാല് കുടിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ ചോദിക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഇല്ലേ എന്നുള്ള കാര്യം. എന്താ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ചില ആൾക്കാരിൽ വളർന്ന് വലുതാണ സമയത്ത് ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ലാതെ പോകും, അല്ലെങ്കിൽ ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാവുന്ന ആൾക്കാർക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിനകത്ത് ഗ്യാസും അസിഡിറ്റിയൊക്കെ ഉണ്ടാവും. ഇത് ദഹിക്കുകയല്ല, പകരം കിടന്ന് പുളിച്ച് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, ലാക്റ്റിക് ആസിഡ് ആവും. അപ്പോൾ അത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല, ലാക്ടോസിനെ ദഹിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളതുകൊണ്ടാണ് പലരും മിൽക്കിനെ തള്ളി പറയുന്നത് വെള്ള ആഹാരമാണ്, കുഴപ്പമാണ്. അങ്ങനെയൊന്നുമല്ല. അതില്ലാത്ത ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. അത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം നിങ്ങൾ മറ്റൊരു ആഹാരപദാർത്ഥം കഴിച്ചാൽ, അല്ലെങ്കിൽ ലാക്ടോസ് നീക്കം ചെയ്തിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ മതി. തൈര് കഴിച്ചോ കുഴപ്പമില്ല, അത് ലാക്ടോസ് ഇല്ല, ലാക്ടോസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറി. മനസ്സിലായില്ലേ? കുഴപ്പമില്ല. അപ്പോൾ നോക്കാം, ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് എത്ര? 90% ആണ്. അതുകൊണ്ട് തന്നെ അതിന് കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നു. നോക്കും മക്കളെ, ഇറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡയറ്ററി എസൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളും ആവശ്യത്തിൽ കൂടുതലുള്ള സാധനം അല്ലേ. അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം ഉണ്ട്. ഇൻ അഡീഷൻ ടു റൈബോഫ്ലാവിൻ ആൻഡ് അതർ ബി വൈറ്റമിൻസ്. റൈബോഫ്ലാവിനും എല്ലാ ബി വൈറ്റമിൻസ് എല്ലാ സാധനവും ഉള്ളതാണ്. അതാണ് ന്യൂട്രീറ്റീവ് വാല്യൂ പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, ഇറ്റ് സപ്ലൈസ് ബോഡി ബിൽഡിംഗ് പ്രോട്ടീൻസ്
ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രോട്ടീൻസും സപ്ലൈ ചെയ്യുന്നു, ബോൺ ഫോമിങ് മിനറൽസ് അല്ലെ ബോൺസ് ഉണ്ടാകുന്നതിന് ആവശ്യം മിനറൽസിന് സപ്ലൈ ചെയ്യുന്നു, ഹെൽത്ത് കിട്ടുന്ന വൈറ്റമിൻ സപ്ലൈ ചെയ്യുന്നു, അതുപോലെ എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡുകളും ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ മിൽക്കിലുണ്ട്. നാലാമത്തെ പോയിന്റ്, മിൽക്ക് ഫാറ്റ് ആഡ്സ് സ്പെസിഫിക് ഓർഡർ ആൻഡ് പാലറ്റബിലിറ്റി, അതുപോലെ ഇറ്റ് ഈസ് ഈസിലി ഡൈജസ്റ്റബിൾ അല്ലേ. അതായത് നമുക്കൊരു മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ കൊടുക്കുന്ന മിൽക്കിന് നല്ലൊരു ടേസ്റ്റ് അതുപോലെ ഒരു പ്രത്യേക ഗന്ധമെല്ലാം കൊടുക്കുന്ന നമ്മുടെ മിൽക്ക് ഫാറ്റാണ്. അതുപോലെ മറ്റുള്ള എണ്ണ കണക്കല്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്ത് മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഇറ്റ് കണ്ടെയ്ൻസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഇൻ ദ റേഷ്യോ 1:2 വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതായത് കാൽഷ്യവും ഫോസ്ഫറസും നമുക്കുള്ള അതിനകത്തുള്ള അനുപാതം നോക്കാം. 1:2 എന്ന അനുപാതത്തിലാണ് ഉള്ളത്. എന്താണ് ബോൺ ഡെവലപ്പിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു അനുപാതമാണ് ഈ പറഞ്ഞ 1:2 എന്ന് പറയുന്ന അനുപാതം, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസിൻ്റെ അനുപാതം കേട്ടോ. ഓക്കെ, ഇത് വേണമെങ്കിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ ഇതുപോലെ മഞ്ഞ അടിച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ പരീക്ഷയിൽ കറക്റ്റായിട്ട് ചോദിച്ചു ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ ഒരു മഞ്ഞ പഠിച്ചിട്ടുണ്ട്, ചോദിക്കാനുള്ള എല്ലാ സാധ്യത ഇവിടെയുണ്ട്. അതുപോലെ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ട, ഇത് ഞാൻ മഞ്ഞ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് അയൺ. കണ്ടോ, അയണിൻ്റെ ഒരു പുവർ സോഴ്സ് ആണ്, അയണിൻ്റെ പുവർ സോഴ്സ് ആണ് ചോദിച്ചിട്ടുണ്ട്. മിൽക്ക് ഈസ് ഡെഫിഷ്യൻ വിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് അയണിലാണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മഞ്ഞ അടിച്ചാൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ, കഴിഞ്ഞതിനൊക്കെ ചോദിച്ചെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ലാക്ടോസ് പ്രൊവൈഡ്സ് എനർജി. ലാക്ടോസ് നമുക്ക് എന്ത് കിട്ടും? എനർജി തരും, കാരണം ലാക്ടോസ് ഒരു ഷുഗർ ആണല്ലേ. അതുപോലെ മിൽക്ക് കണ്ടെയ്ൻസ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും അതിനകത്തുണ്ടായിരിക്കും. ആൻഡ് പ്രൊവൈഡ്സ് സ്മൂത്ത് ടെക്സ്ചർ ടു ദ പ്രോഡക്ട്സ്. ഇപ്പോൾ ഈ മിൽക്ക് ഫാറ്റ് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഈ ഉണ്ടാക്കുന്ന മിൽക്ക് പ്രൊഡക്ട്സിനെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ട്രക്ചർ കൊടുക്കുന്നതിലും മിൽക്ക് ഫാറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ലാക്ടോസ് ഡിക്രീസസ് ഇൻറ്റസ്റ്റൈനൽ pH വിച്ച് ഫേവേഴ്സ് കാൽസ്യം അബ്സോർപ്ഷൻ ആൻഡ് നോൺ സർവൈവൽ ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. അതുപോലെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അല്ലേ, നമ്മൾ കഴിച്ച് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴത്തേക്കും ഇൻറ്റസ്റ്റൈനൽ pHനെ കുറച്ചുകൂടെ കുറച്ച് വയ്ക്കുന്നു ലാക്ടോസ്. ഓക്കെ, അതെങ്ങനെ? ലാക്ടോസ് ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ആവുന്നതുകൊണ്ടാണ്. എപ്പോഴും നമുക്ക് ഇൻറ്റസ്റ്റൈനൽ pH എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള pH കുറവാണ്, ഭയങ്കരമായിട്ട്, കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ള സ്ഥലമാണ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം ഡിയോഡിയം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ഇതിനെ ന്യൂട്രലൈസ് ആവും. അങ്ങോട്ട് എത്തപ്പോൾ തന്നെ ന്യൂട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ പൊള്ളിപ്പോവും അല്ലേ. അപ്പോൾ ഈ ലാക്ടോസ് താഴെ എത്തുമ്പോഴത്തേക്കും അത് ഇൻറ്റസ്റ്റൈനൽ pHനെ, ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ചെറുകുടലിൻ്റെ pHനെ കുറച്ച് വയ്ക്കും. ഇതെന്തിനെ സഹായിക്കും? ഇത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുക. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കും. അതുപോലെ പാത്തോജൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പാത്തോജൻസ് വളരെ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, ഗ്യാസ്ട്രിക് ജ്യൂസ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അല്ലേ. സർവൈവൽ ഓഫ് പാത്തോജൻ്റെ സർവൈവലിനെ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ പാത്തോജൻസ് ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ താഴെ നിന്ന് കയറി വരണം, അല്ലെങ്കിൽ അവിടെ ജീവിച്ചു പോകണം. കാരണം മുകളിൽ നിന്ന് എന്തായാലും താഴോട്ട് പാത്തോജൻസ് പോകാൻ സാധ്യതയില്ല. കാര്യം അത്രയും pH കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നാണ് താഴോട്ട് എങ്ങോട്ട് പോകുന്നത്, ന്യൂട്രലൈസ്ഡ് ആയിട്ടാണ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂട്രീറ്റീവ് വാല്യൂ എടുക്കുമ്പോഴത്തേക്കും ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് 90% ആണ്. ഇതൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ പ്രോട്ടീൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും റൈബോഫ്ലാവിൻ്റെയും ബി വൈറ്റമിൻസിൻ്റെ നല്ലൊരു സോഴ്സ് ആണ്. ഈ പറഞ്ഞ സാധനം എല്ലാം നമുക്ക് കിട്ടും. ബോഡി ബിൽഡിംഗ് പ്രോട്ടീൻസും ബോൺ ഫോമിംഗ് മിനറൽസും ഹെൽത്ത് വൈറ്റമിൻസും അതുപോലെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം കിട്ടും. മിൽക്ക് ഫാറ്റ് ആഡ്സ് സ്പെസിഫിക് ഓർഡർ ആൻഡ് പാലറ്റബിലിറ്റി അല്ലേ. നമ്മുടെ ഈ പറഞ്ഞ മിൽക്ക് പ്രോഡക്ട്സിനാണെങ്കിൽ മിൽക്കിനാണെന്നുണ്ടെങ്കിൽ പാലറ്റബിലിറ്റിയും ഓർഡറും കൊടുക്കുന്നു. അതുപോലെ വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. കാൽഷ്യം ഫോസ്ഫറസും ഉള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഈ 1:2 എന്ന് പറയുന്ന റേഷ്യോ വിച്ച് ഈസ് വെരി മച്ച് ഫേവറബിൾ ഫോർ ബോൺ ഡെവലപ്മെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്താണ്, ഇറ്റ് ഈസ് എ പുവർ സോഴ്സ് ഓഫ് അയൺ. മിൽക്ക് എന്ന് പറയുമ്പോൾ അയണിൻ്റെ വളരെ മോശമായിട്ടുള്ള സോഴ്സാണ്. അതുപോലെ ലാക്ടോസ് എന്താണ്, എനർജി തരുന്നു. അതുപോലെ മിൽക്ക് ഫാറ്റ് നമുക്ക് എന്താണ്, ഫാറ്റി ആസിഡ്സ് നല്ലൊരു സോഴ്സാണ്. ഇത് കാര്യങ്ങൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു പോകണം മക്കളെ. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് PFA ആൻഡ് BA സ്റ്റാൻഡേർഡ്സ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നോക്കാം, ഇപ്പോൾ അക്കോർഡിംഗ് ടു PFA അല്ലെങ്കിൽ VAS എന്നാണ് ചോദിക്കുന്നത്. കൗ മിൽക്കിൽ മിനിമം കൗ മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് ഒരു സാധനം വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് PFAയും BASും പറയുന്നു 3.5% ആയിരിക്കണം മിൽക്ക് ഫാറ്റ് എന്ന്, കൗ മിൽക്ക് എന്ന് പറഞ്ഞ് വിൽക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ FSSAI എന്ന് പറയുന്ന ഒരു നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. FSSAI നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ക്ലാസ് സാറ് തരും. അത് റെഫറൻസ് ക്ലാസ് ആയിട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാനത് നോട്ട് ഡൗൺ ചെയ്യുന്നത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് അമെൻമെൻറ്റുകൾ ഉണ്ടാക്കളെ.
അതായത് 2023 വന്ന കുറച്ച് അമെൻമെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ FSSAI പ്രകാരമാണെന്നുണ്ടെങ്കിൽ കൗ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.2 മതി എന്നായി. ഇപ്പോൾ ഫാറ്റ് 3 ഇവിടെ എഴുതാടാ, 3.2 മതി. അതുപോലെ SNF ആണെന്നുണ്ടെങ്കിൽ എത്രടാ, 8.3 മതി എന്നുള്ളതാണ് കൗ മിൽക്കിന് കേട്ടോ, കൗ മിൽക്കിന്. ഇനി അടുത്തത് ബഫല്ലോ മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും 5ഉം 9ഉം തന്നെ വരുന്നത്, വ്യത്യാസമില്ല. FSSAI പ്രകാരം വ്യത്യാസം എന്തിന് വരുന്നില്ല, ബഫല്ലോ മിൽക്കിന് ഇപ്പോൾ വന്നിട്ടില്ല, ഇതേ വാല്യൂ തന്നെയാണ് കേട്ടോ. ഈ രാജ്യത്ത് കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ഒരു മിൽക്കിന് ഇപ്പോൾ 3.2 മതി. എന്ത് ഫാറ്റ് 3.5 ഇല്ലെങ്കിലും ഇപ്പം വിൽക്കാം, കൗ മിൽക്ക് എന്ന ലെവലിൽ വിൽക്കാം. ഇനി അടുത്തെന്താണ് ഗോട്ട് മിൽക്ക്. ഗോട്ട് ഓർ ഷീപ്പ് മിൽക്ക് എന്നാണ് പണ്ട് കിടന്നത്. ഗോട്ട് മിൽക്കിന് 3ഉം 8ഉമാണ് വരുന്നത്. എത്രയാണ്, 3ഉം 8ഉമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഗോട്ട് മിൽക്കിന് 3.5 ടു ലൈക്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിലവിൽ FSSAI പ്രകാരം ഗോട്ട് മിൽക്കിന് 3% ഫാറ്റ് മതി, SNF 8% മതി എന്നുള്ളതാണ് കേട്ടോ ഗോട്ട് മിൽക്കിന്. മറന്നോല്ലേ, നിങ്ങളിത് മിക്കവാറും ചോദിക്കുന്ന ഇപ്പോഴും ഇത് തന്നെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ വ്യത്യാസമുള്ളത് ചാർട്ടിൽ വരച്ചിട്ടിരുന്നാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ FSSAI എന്നെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ വാല്യൂ എഴുതേണ്ടത്. ഇനി അടുത്തത് ടോണ്ട് മിൽക്ക്. ടോണ്ട് മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും 3ഉം 8.5 ഇപ്പോഴത്തെ കണ്ടന്റ്. അത് തന്നെയാണ് പഴയതും. ഓക്കെ, ടോണ്ട് മിൽക്ക് 3 8.5 ഫൈൻ. അതുപോലെ ഡബിൾ ടോണ്ട് മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഡബിൾ ടോണ്ട് മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടോണ്ട് മിൽക്ക് എന്ന് പറയാൻ നമുക്കറിയാം. എന്താ ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ, ടോണ്ട് മിൽക്ക് എന്ന് ഇത്രയേ ഉള്ളടാ. പണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സംഭവം പറഞ്ഞുതരാം. പണ്ട് ഈ പറഞ്ഞ പോലെ പാല് നമ്മൾ എന്ത് ചെയ്യുന്നു, സംഭരിക്കുന്നു, അതേപോലെ വിൽക്കുന്നു. പാലിൽ നമുക്ക് വല്ല എന്തെങ്കിലും അഡീഷൻ കൊണ്ടുവരാൻ പറ്റുക, എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പാല് വാങ്ങുന്നു, വിൽക്കുന്നു. ഓക്കെ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവർ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെണ്ണയും തൈരക്കാറ്റ് ഉപയോഗിക്കും, ചിലപ്പോൾ ക്രീം ഉണ്ടാക്കും, സ്കിം മിൽക്കൊക്കെ ഉണ്ടാക്കും. ഓക്കെ ഫൈൻ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഒരു പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും, പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം നമുക്ക് അറിയാം, അമൂൽ അല്ലെ, ആനന്ദ് മോഡലാണ് നമുക്ക് വന്നത്, അമൂൽ. അതിനുശേഷം അത് മിൽമ, നമ്മുടെ ഇവിടെയൊക്കെ മിൽമ. അങ്ങനെ എന്തായാലും നമുക്കൊരു കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റിയുടെ ഒരു യൂണിയൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരൊന്നും മിൽക്കിനെ സംഭരിക്കുക ഒന്നാമത്തെ പരിപാടി. അപ്പോൾ ഒരു നിശ്ചിത വിലയ്ക്ക് മിൽക്ക് സംഭരിക്കുകയും ഒരു നിശ്ചിത അതിനൊക്കെ ഇച്ചിരി പൈസ കൂട്ടി മിൽക്ക് നമുക്ക് പുറമേയുള്ള ആൾക്കാർ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇനീക്വാലിറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. ഇനീക്വാലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്ഥലത്തുള്ള പാലിന് എടുക്കുന്ന പ്രൊക്യൂർ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ വില കൊടുക്കുന്നില്ല, ചിലപ്പോൾ അവർ പാൽ കൊടുക്കാൻ നിർബന്ധിതരാകും പാവപ്പെട്ട കർഷകർ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു അഡീഷൻ കൊണ്ടുവന്നത് പ്രധാനമായിട്ടും ഇതല്ല. ഇവിടെ നമുക്ക് ഈ വിലയിലുണ്ടാകുന്ന വേരിയേഷൻ മാത്രമല്ല നമുക്കിവിടെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു പക്ഷേ എന്താണ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആവറേജ് നമ്മൾ കളക്ട് ചെയ്യുന്ന പാലിൻ്റെ ഒരു 4.5-5% ഫാറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഉണ്ട് അല്ലേ, ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ മിൽമാക്കാർക്ക് ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ 3% ഫാറ്റ് മതി. ടോണ്ട് മിൽക്ക് നമ്മൾ കൊടുക്കുന്ന മിൽക്കിൽ 4%, 5% ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 1% എന്താണ്, ഇവർ നമുക്ക് വാങ്ങിയ മിൽക്ക് അതേപോലെ വന്നാൽ 1% ഫാറ്റ് നമുക്ക് വെറുതെ തരിക. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങും, 1000 ലിറ്റർ ആകുമ്പോഴത്തേക്കും അല്ലേ, അതിനകത്ത് കുറച്ച് ക്രീം നീക്കം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മിൽക്കിലുള്ള ഫാറ്റിൻ്റെ അളവ് 3% കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടി, കുറേ ക്രീം അവർക്ക് കിട്ടിയില്ലേ, കുറേ ക്രീം കിട്ടി അല്ലേ. ആ ക്രീം ഉപയോഗിച്ച് എന്തെല്ലാം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം. അപ്പോഴും പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം മാത്രമേ വന്നോളൂ. അവിടെ നമുക്ക് സ്കിം മിൽക്കും കൂടെ ആഡ് ചെയ്ത് കറക്റ്റ് 3% ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും വിപണനം നടത്താം, പാലിൻ്റെ വിലയിൽ തന്നെ വിപണനം നടത്താം. അതേസമയം നമുക്ക് എന്ത് കിട്ടി, കുറച്ചധികം ക്രീം കിട്ടി. ആ ക്രീം കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഡബിൾ ടോണ്ട് മിൽക്കും ടോണ്ട് മിൽക്കും തമ്മിൽ എന്താ വ്യത്യാസം നോക്ക്. ഇവിടെ ഡബിൾ ടോണ്ട് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ 1.5% മതി ഡബിൾ ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിൽക്കാൻ, മാക്സിമം കേട്ടോ. ഇതെല്ലാം മിനിമം. ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞ് വിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 3% ഫാറ്റ് വേണം. ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ FSSAI പ്രകാരം ഇപ്പോൾ മിനിമം 3% ഫാറ്റ് വേണം. ബഫല്ലോ മിൽക്ക് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഒരു പാല് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ മിനിമം 5% ഫാറ്റും SNF 9% വേണം അല്ലേ. കൗ മിൽക്ക് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ FSSAI പ്രകാരം മിനിമം 3.2% ഫാറ്റും എന്താണ് SNF 8.5 വേണം.
ഡബിൾ ടോണിൻ്റെ മിൽക്ക് ആകുമ്പോഴത്തേക്ക് 1.5 താഴാൻ താന്നാലും കുഴപ്പമില്ല. മാക്സിമം അത്രയും ആവാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ 1.5യും SNF നോർമലി കൂടണം 9% SNF. ഓക്കെ അല്ലേടാ. അപ്പോൾ നോക്കുക, ഇവിടെ വ്യത്യാസം വന്നു. 2023 ഓഗസ്റ്റിലാണ് ഈ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് 0.3 ആണ് മാക്സിമം വന്നിരിക്കുന്നത്. ഇത് എന്നിട്ട് 8.79% ആക്കിയിട്ടുണ്ട് കേട്ടോ SNF FSAയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം. ഓക്കെ, അപ്പോൾ നോക്കാം, ഇനി എല്ലാം മിനിമം വരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഇത് പൊതുവെ മാക്സിമം ആണ്. മാക്സിമം ഇവിടെ 2 വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ മാക്സിമം എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കിംഡ് മിൽക്ക് ഇവിടെ മാറിപ്പോയി കേട്ടോ. ഇവിടെ നമുക്ക് നോട്ട് മോർ ദാൻ സ്കിംഡ് മിൽക്ക് നോട്ട് ദാൻ 0.5 8.7 തന്നെയാണ് ഇവിടെ അല്ലേ. ഡബിൾ ടോണിലാണ് 1.3 മാക്സിമം, അതുപോലെ 9 വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മാറിപ്പോയതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് എന്നുള്ള പേരിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് 4.8 തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 2 കൗ മിൽക്കിൽ വ്യത്യാസമുണ്ട്, ഗോഡ് മിൽക്കിൽ ഇപ്പോൾ FSSAI പ്രകാരമാണ് വ്യത്യാസമുണ്ട്, ഡബിൾ ടോൺഡ് മിൽക്കിൽ വ്യത്യാസമുണ്ട്, സ്കിംഡ് മിൽക്കിൽ വ്യത്യാസം ഇല്ല അല്ലേ. സ്കിംഡ് മിൽക്ക് വ്യത്യാസം ഉണ്ടേ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫുൾ ക്രീം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീം എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീമിൽ നമുക്കിപ്പോൾ നിലവിൽ 10% മിനിമം ഫാറ്റും അതുപോലെ ടോട്ടൽ സോയിൽസ് മിനിമം 36% ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ നോക്കുന്നതാണ് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീമിൽ നമുക്ക് FSAI വ്യത്യാസമൊന്നുമില്ല, സെയിം വാല്യൂ ആണ്. അതായത് മിനിമം എത്ര മക്കളെ 10% ഇത് ഫാറ്റ് വരേണ്ടത്. അതുപോലെ SNF എത്രയാണ്, മിനിമം 36%. ടോട്ടൽ സോയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ സോയിൽസ് ആണ് മിനിമം ക്രീമിൽ 36%. ഇനി നോക്കാം, ഹോൾ മിൽക്ക് പൗഡർ ഉണ്ട്, അതുപോലെ ഗീയും ഉണ്ട്. രണ്ടിലും നമുക്ക് പുതിയ FSAI വഴി വ്യത്യാസമില്ല, പഴയ വാല്യൂസ് തന്നെയാണ്. ഹോൾ മിൽക്ക് പൗഡറിൽ എന്താണ് ഫാറ്റ് നമുക്കൊരു 26% മിനിമം ഉണ്ടാവണം. മോയ്സ്ചർ മാക്സിമം 5% കൂടാൻ പാടില്ല ഹോൾ മിൽക്ക് പൗഡറിൽ. അതുപോലെ ഗീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം 99.5% ഫാറ്റ് ആയിരിക്കണം. 0.5% മാക്സിമം മാക്സിമം നമുക്ക് വരേണ്ടത് മാക്സിമം വാട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോയ്സ്ചർ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 2 മാക്സിമം ആണ്, ഇത് മിനിമം. അത് കൃത്യമായിട്ട് എൻ്റെ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ ഹോൾ മിൽക്ക് പൗഡർ എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം കൂടിയ പ്രശ്നമല്ലേ, മിനിമം മാക്സിമം അത്രേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെയാണ് ഗീയിലും കൂടുതൽ വെള്ളം ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താണ്, ഫാറ്റ് ഇത്രയെങ്കിലും ഉണ്ടാവേണ്ട, ഇത്രയെങ്കിലും മിനിമം ഉണ്ടാവണം. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ടേബിൾ ബട്ടർ നോക്കാം മക്കളെ. നോക്കാം, PFA റൂൾസ് 1976 പ്രകാരം ടേബിൾ ഓർ ക്രീമറി ബട്ടർ, 2 ഒരേ സാധനം. ക്രീമറി ബട്ടർ അല്ലെങ്കിൽ ടേബിൾ ബട്ടർ ഒരേ സാധനമാണ്. അതിനകത്ത് എന്താണ് 80% കുറയാൻ പാടില്ല ഫാറ്റ്. നമ്മുടെ പുതിയ FSAI പ്രകാരവും വലിയ വ്യത്യാസമില്ല, അത് തന്നെയാണ് വാല്യൂ. 80% കുറയാൻ പാടില്ല ഫാറ്റ്. പിന്നെന്താണ്, അതിനുണ്ടാകുന്ന കർഡിൻ്റെ പാർട്ടിക്കിൾസ്, ചിലപ്പോൾ കർഡ് നമുക്കറിയാം തൈരിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അത് 1.5 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ എന്താണ്, മിനിമം അതിൽ ജലാംശം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ ബട്ടറിൽ, അതിൽ മിനിമം എത്രയാണ് 16% ആണ്. ഇപ്പോൾ FSSAI പ്രകാരം മിനിമം 16% മാത്രമേ വാട്ടർ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. വാട്ടർ ടേബിൾ ബട്ടറിൽ വാട്ടറിൻ്റെ കണ്ടന്റ് മിനിമം 16%. മിനിമം ഉള്ള ക്ഷമിക്കണം, മാക്സിമം കേട്ടോ. മാക്സിമം അതിൽ കൂടാൻ പാടില്ല. മാക്സിമം 16% കേട്ടോ വാട്ടർ, മാക്സിമം 16%. അതുപോലെ ടേബിൾ ബട്ടറിൽ എന്താണ്, നമുക്ക് സാൾട്ട് ഇടാറുണ്ട്. കോമൺ സാൾട്ട് 3% കൂടാൻ പാടില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നോട്ട് മോർ ദാൻ 3%. അതുപോലെ വെള്ളം നോട്ട് മോർ ദാൻ 16%. അതുപോലെ എന്താണ്, കറണ്ട് നോട്ട് മോർ ദാൻ 1.5%. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ മാക്സിമം അത്രേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നോട്ട് ലെസ് ദാൻ അല്ലെങ്കിൽ മിനിമം നോക്കുമ്പോഴത്തേക്ക് 80% ഫാറ്റ് ഉറപ്പായിട്ടും വേണം. അതിലിച്ചിരി കൂടിയാലും കുഴപ്പം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ടേബിൾ ബട്ടറിൻ്റെ സ്റ്റാൻഡേർഡ്സ്. അടുത്തതാണ് പ്രിസർവേഷൻ ഓഫ് മിൽക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചില്ലിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ചില്ലിംഗ് എന്ന് പറയുമ്പോൾ തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. തണുപ്പിച്ച് സൂക്ഷിക്കുക, പ്രിസർവ് ചെയ്യുക, കൂടുതൽ സമയം വെച്ച് വയ്ക്കുക. നോക്കാം, മിൽക്ക് ഹാസ് ടു ബി കളക്റ്റഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഫ്രം പ്രൊഡക്ഷൻ പോയിന്റ്സ് ഇൻ ദ മിൽക്ക് ഷെഡ് ഏരിയാസ് ടു പ്രോസസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഇൻ സിറ്റീസ്. നമുക്കറിയാം ഉറപ്പായിട്ട് നമ്മുടെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നായിരിക്കും മിൽക്ക് ഉണ്ടാക്കുന്നത്. അവിടെ പ്രോസസിങ് ഏരിയ സിറ്റികളിലായിരിക്കും, സിറ്റി സെൻറ്റേഡ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രിസർവ് ദ ക്വാളിറ്റി ഓഫ് റോ മിൽക്ക്. എന്താണ് ചില്ലിങ്ങിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും റോ മിൽക്കിൻ്റെ ക്വാളിറ്റി പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം, അപ്പോൾ നമുക്കറിയാം എന്താണ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഇനി ക്ലീനിങ് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. 99-200% ഉറപ്പായിട്ട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും അല്ലേ. എന്താണ് 200% മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും, ഉറപ്പാണ്.
200% മൈക്രോ ഓർഗാനിസം അല്ല, മൈക്രോ ഓർഗാനിസം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതിൽ നമുക്ക് 200% ഉറപ്പാണ്. അതാണ് മിൽക്ക്. അപ്പോൾ എന്താണ് ഇത്, നമ്മൾ ഫർദർ ഹാൻഡ്ലിംഗ് സമയത്ത് നമ്മൾ നോർമലി 20 മുതൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ. ആ സമയത്ത് ഈ മൈക്രോ ഓർഗാനിസം ഫ്ലെയർ അപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് വെക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ചില്ലിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പരിപാടി. ചില്ലിങ്, തണുപ്പിക്കുക അല്ലേ. അതായത് അതിനകത്ത് ഒരു ഇപ്പോൾ സെർട്ടൻ മൈക്രോ ഓർഗാനിസം ലോഡുണ്ട്, അത് പന്നെ ഫർദർ മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കുറയ്ക്കുക. സോ ഇറ്റ് ഈസ് ചിൽഡ് ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് ഓർ ബിഫോർ ആൻഡ് സ്റ്റോർഡ് കൂൾ ടിൽ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഡിറ്റീറിയേഷൻ ഡ്യൂ ടു ബാക്ടീരിയ. അപ്പോൾ ചില്ലിങ് കൊണ്ട് ഒരിക്കലും ബാക്ടീരിയ കൊല്ലാൻ പറ്റുന്നില്ല, നമുക്ക് കൊല്ലാനല്ല നോക്കുന്നേ, ഉള്ള ബാക്ടീരിയ ഫർദർ ഡെവലപ്പ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് ചില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്കിപ്പോൾ ERCMP ഉണ്ട്, എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് യൂണിയൻ ഉണ്ട്, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട്, അതുപോലെ നമുക്ക് ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓരോ യൂണിയനിലും ഇടയ്ക്ക് ചില്ലിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. അതായത് ഈ വണ്ടി നമുക്ക് 2 മണിക്ക് മിൽക്ക് കയറ്റുന്ന വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് ചില്ലിംഗ് പ്ലാനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ക്യാനിലറിയും, ഈ ക്യാനിലല്ല നേരെ കൊണ്ടുപോയി അവിടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കൊണ്ടുപോകുന്നു. ആ ക്യാനിൽ അങ്ങ് ചെല്ലുമ്പോൾ ചിലപ്പോൾ തീരുമാനമാകും. അപ്പോൾ 1-1.5 മണിക്കൂറിനുള്ളിൽ അടുത്ത ചില്ലിംഗ് പ്ലാനിൽ എത്തിക്കുക. ചില്ലിംഗ് പ്ലാനിൽ ഇടയ്ക്കിടയ്ക്കുള്ള പഞ്ചായത്തുകളുണ്ടായിരിക്കും. ആ ചില്ലിംഗ് പ്ലാനിൽ എത്തിച്ച് ചില്ല് ചെയ്തതിന് ശേഷം ആ ടാങ്കറിൽ നിറച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് 20 മുതൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതാണ് നമ്മൾ സാധാരണ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം ഫ്ലെയർ അപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ടോ അതിൽ താഴോട്ടോ നമ്മൾ ഇതിനെ കൊണ്ടുപോകും. അതാണ് വൺ ഓഫ് ദ മെത്തേഡ് അല്ലേ, പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഒന്നാമത്തെ മെത്തേഡ്. നോക്കാം. ഇഫ് ദ ഗ്രോത്ത് ഓഫ് ദ മൈക്രോ ഓർഗാനിസം മിൽക്ക് ഈസ് നോട്ട് ചെക്ക്ഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ സ്പോയിലേജ് ഓഫ് മിൽക്ക് അല്ലേ. അതായത് നമ്മൾ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസിന്റെ ഗ്രോത്ത് ചെക്ക് ചെയ്യാൻ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് സ്പോയിലേജിന് കാരണമാകും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന നഗ്നമായ സത്യമാണ്, തുടങ്ങിയ സത്യം. നോക്കാം. ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് കൺട്രോളിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക് ഈസ് ചില്ലിങ്. ഇത് പഠിച്ചു വെച്ചോ കേട്ടോ, വായിച്ചതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നില്ലേ. നമുക്ക് ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് കൺട്രോളിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഡിസ്ട്രോയിങ് അല്ല കേട്ടോ, കൺട്രോളിംഗ് ദ ഗ്രോത്ത് എന്താണ്, മൈക്രോ ഓർഗാനിസിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. എന്ത് ചെയ്യാതെ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക് ഈസ് ചില്ലിങ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പറഞ്ഞ പോലെ മിൽക്കിൻ്റെ സ്പോയിലേജൊക്കെ കുറച്ച് തടയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ അസിഡിറ്റി മാറാതെയൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഫോർമാലിനൊക്കെ ഇട്ടൊക്കെ വേണമെങ്കിൽ മിൽക്കിന് നമുക്ക് കുഴപ്പം വരാൻ സൂക്ഷിക്കാം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് കൺട്രോളിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഏതെന്ന് വെച്ചാൽ ചില്ലിംഗ് ആണ്. അവിടെ വേറൊരു കണ്ടീഷൻ പറയുന്നത് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്കിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, pH മാറ്റാതെ, ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അല്ലേ. pH ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, ഫിസിക്കോ കെമിക്കൽ pH, അതുപോലെ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ ന്യൂട്രിറ്റീവ് വാല്യൂ, ഇതിലൊന്നും ഒരു മാറ്റവും വരുത്താതെ പാലിൻ്റെ ഒരു എന്താ പറയുക കീപ്പിംഗ് ടൈം കൂട്ടുന്നത് നമുക്ക് എന്താണ്, ചില്ലിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലുന്നില്ല. നെയ്തർ ദ മൈക്രോ ഓർഗാനിസംസ് കിൽഡ് നോർ ദ മിൽക്ക് ഈസ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ചിൽ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ കുടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, തെറ്റാണ്. കാര്യം എന്താ, ബ്രൂസെല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. TB അല്ലേ, കോക്സില്ല ബെർണറ്റി, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും നമ്മൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണ്, കോക്സില്ല ബെർണറ്റി ആണ്. കോക്സില്ല ബെർണറ്റി നേരത്തെ TB ഉണ്ടാക്കാൻ കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം ചാകുന്നത് വരെ ആയിരിക്കും നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോക്സില്ല ബെർണറ്റിയാണ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം കേട്ടോ, ഇൻഡിക്കേറ്റർ ഓർഗാനിസം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ നമ്മൾ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹ്യൂമൻ കൺസംഷൻ സേഫ് ആവത്തുള്ളൂ. അപ്പോൾ ചില്ലിംഗ് മൂലം 2 കാര്യങ്ങൾ നടക്കുന്നില്ല. എന്താണ്, ഒന്ന് എന്താണ്, മൈക്രോ ഓർഗാനിസം ചാകുന്നില്ല, നമുക്കത് കൺസ്യൂം ചെയ്യാൻ പാകമായി എന്നും അർത്ഥമില്ല. ഓൺലി കീപ്പിംഗ് ക്വാളിറ്റി ഈസ് ഇൻക്രീസ്ഡ്, കീപ്പിംഗ് ക്വാളിറ്റി മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ അല്ലേ. ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ചില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും. ചില്ലിംഗ് നമുക്കറിയാം, നമ്മൾ നോർമലി കളക്ട് ചെയ്യും, ഇടയ്ക്ക് ചില്ലിംഗ് പ്ലാന്റ് കൊണ്ടുപോകും, 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താക്കണം ടെമ്പറേച്ചർ. താത്തു കഴിഞ്ഞാൽ അതിനകത്ത് നോർമലി ഉണ്ടാകുന്ന ബാക്ടീരിയ ലോഡ് വെച്ചിട്ട് അത് ഫ്ലെയർ അപ്പ് ചെയ്ത് നശിച്ചു പോകത്തില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും.
ചില്ലിങ് ഉള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു ചെക്ക് ദ സ്പോയിലേജ് ഓർഗാനിസംസ് ടു ഗ്രോ ഈസ് ചില്ലിങ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്നാണ് ചില്ലിങ് ആണ്, അല്ലേ? അറിയാലോ. അതുപോലെ ചില്ലിങ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്കെടുത്ത് കുടിക്കാൻ പറ്റത്തില്ല, കാരണം അത് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മൈക്രോ ഓർഗാനിസം ചാവത്തുമില്ല, അതുപോലെ തന്നെ ഉണ്ടാവും അതിനകത്ത്. പക്ഷേ അത് ഫ്ലെയറപ്പായി പാലിനെ നശിപ്പിക്കുന്നത് തടയാൻ നമുക്ക് പറ്റും. അടുത്തെന്താണ്? പാസ്ചറൈസേഷൻ. ആ പേര് തന്നെ നമുക്കറിയാം. ലൂയിസ് പാസ്ചർ എന്ന് പറയുന്ന, അല്ലെ, വാക്സിൻ കണ്ടുപിടിച്ച മനുഷ്യനാണ് പാസ്ചറൈസേഷനും കണ്ടുപിടിച്ചത്. പാസ്ചറൈസേഷൻ്റെ പിന്നിൽ കഥയുണ്ട്. അതായത് നമുക്ക് ഈ അന്ന് ഈ വൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നൊരു ഭക്ഷണ പദാർത്ഥമാണ് വൈൻ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലേ? അപ്പോൾ വൈന് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈസ്റ്റിൻ്റെ ഒരു പുളിപ്പിക്കൽ മൂലമാണ്. നമുക്ക് ഏതൊരു ഷുഗർ കൊടുത്താലും അത് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസിന് കിട്ടിക്കഴിഞ്ഞാൽ അത് തിന്നിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വൈൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ അതൊരു ഭക്ഷണ പാനീയമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനകത്ത് കുറച്ച് കിക്ക് ഉണ്ടാക്കുന്ന എഫക്റ്റൊക്കെ ഉണ്ട്. കാര്യം എന്താണ്? നമ്മുടെ ഈ ആൽക്കഹോളും കൂടെ അതിനകത്ത് ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിലർ പിന്നെ അങ്ങനെ ഫൈൻ. അപ്പോൾ ഈ വൈൻ ഉൽപ്പാദനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് നേരിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ സ്പോയിലേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. വൈൻ സ്പോയിലായി പോകുന്നു. വൈൻ പിന്നെയും അവിടെ ഇരുന്ന് എന്തായിട്ട് പോകും? വൈൻ നമ്മൾ ചിലപ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ വളർന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അസറ്റിക് ആസിഡായിട്ട് മാറും. അസറ്റോ ബാക്ടീരിയ അതിനകത്ത് പ്രവർത്തിച്ചിട്ട് അത് ആ ആൽക്കഹോളിനെ അസറ്റിക് ആസിഡാക്കി മാറ്റുന്ന ഒരു പ്രശ്നം പൊതുവേ ഉണ്ട്. വൈൻ ഉണ്ടാക്കി എല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുണ്ടാകുന്ന അസറ്റോ ബാക്ടീരിയ നശിപ്പിക്കാൻ ഒരു വഴിയില്ല. കാരണം അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ അതിനകത്തുള്ള ആൽക്കഹോൾ നീരാവിയായി പോകും, അതിന് വൈനല്ലാതായി മാറും, അല്ലേ? അപ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ ബാക്ടീരിയ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക് കണ്ടെത്തിയ ആളാണ് ആര്? ലൂയിസ് പാസ്ചർ. അതായത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒരു 70-75 ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഈ പറഞ്ഞ ആൽക്കഹോൾ നീരാവിയായി പോകൂലേ? ആൽക്കഹോളിൻ്റെ തിളനില എത്രയാണെന്ന് കൃത്യം ഓർമ്മയില്ല, എന്നാലും 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിന് മുന്നേ ആൽക്കഹോൾ നീരാവിയായി പോകും. അതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആൽക്കഹോളിനെ വേർതിരിക്കുന്ന പ്രക്രിയയിലൊക്കെ ഉള്ള പ്രയോഗിക്കുന്ന നമ്മുടെ തന്ത്രം. അപ്പോൾ അതിന് താഴെയുള്ള ഒരു ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം നശിപ്പിക്കാൻ പറ്റുമോ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കണ്ടെത്തുന്നത് ലൂയിസ് പാസ്ചർ. പാസ്ചറൈസേഷൻ. ദ ടേം പാസ്ചറൈസേഷൻ ആസ് അപ്ലൈഡ് ടു മാർക്കറ്റ് മിൽക്ക് ടുഡേ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എവരി പാർട്ടിക്കിൾ ഓഫ് മിൽക്ക് ടു അറ്റ്ലീസ്റ്റ് 63 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ആൽക്കഹോളിൻ്റെ തിളനില മാത്രങ്ങൾ ആലോചിച്ചാൽ അതിൽ താഴെയായ ടെമ്പറേച്ചർ വരത്തുള്ളൂ, അല്ലേ? എത്ര? 30 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ പാലിൻ്റെ ഓരോ പാർട്ടിക്കിളിനെയും 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കുക. 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കി കഴിഞ്ഞാൽ അതുപോലെ അതാണെന്ത് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താണ്? കുറച്ചുകൂടെ വേഗത്തിൽ നടക്കും, കുറച്ചുകൂടെ റിസ്ക്കിയാണ്. കാരണം ടെമ്പറേച്ചർ കൂടുതലാണ്, അവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആര്? ആൽക്കഹോൾ, അല്ലേ? ഓക്കെ. അപ്പോൾ 72 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് നമ്മൾ 15 സെക്കൻഡ് ഇതുപോലെ ഓരോ പാർട്ടിക്കിളിനെ ചൂടാക്കിയാലും വി ക്യാൻ അറ്റൈൻ ദ പാസ്ചറൈസേഷൻ ലെവൽ. അല്ലേ? പാസ്ചറൈസേഷൻ നടക്കും. പാസ്ചറൈസേഷന് ശേഷം എന്ത് ചെയ്യണം? മിൽക്ക് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി കൂൾഡ് ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ ബിലോ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴ്ത്ത് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ. അപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മൾ അടുപ്പിട്ട് തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ കുക്കറി ടേസ്റ്റ് ഒന്നും വരുന്നില്ല, അല്ലേ? അതുപോലെ ഫുഡ് പോയ്സണിങ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നേരിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാലിൽ വരുന്ന പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക് ഉപയോഗിച്ച് നമ്മൾ ഷാർജയും ഷാക്ക് അടിച്ച് കുടിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഇഫ് ദ പാസ്ചറൈസേഷൻ ഈസ് എഫിഷ്യൻറ്റ്. മിൽമ നടത്തുന്ന പാസ്ചറൈസേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഷാർജ അടിച്ച് കുടിച്ചാലും കുഴപ്പമൊന്നും വരികയില്ല, അല്ലേ? ഫുഡ് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ പാസ്ചറൈസേഷൻ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ പാസ്ചറൈസേഷൻ ഹെൽപ്സ് കില്ലിംഗ് ബാക്ടീരിയ കൊല്ലുന്നതിന് സഹായിക്കുന്നുണ്ട്, അല്ലേ? ഓക്കെ, കഴിഞ്ഞില്ല. 2 മെത്തേഡ്സ് ഉണ്ട്, നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പാസ്ചറൈസേഷൻ നോക്കാം. എന്താണ്? ടു റെൻഡർ മിൽക്ക് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് മോസ്റ്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. 100% എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. മോസ്റ്റ് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ പറഞ്ഞ പാലിനെ സേഫ് ആക്കുന്നു, ഹ്യൂമൻ കൺസംഷന് സേഫ് ആക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ്? ടു റെൻഡർ മിൽക്കിനെ നമുക്ക് കൊടുക്കണം. ആർക്ക്? ഹ്യൂമൻ ബീയിങ്സിന് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? സേഫ് ആക്കി കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത ടു ഇംപ്രൂവ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്ക്.
അല്ലേ? മൈക്രോ ഓർഗാൻസിനെ മാറ്റുന്നതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ മനുഷ്യന് അസുഖകാരിയായിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കുക. രണ്ടാമത്തെന്താണ്? ടു ഇംപ്രൂവ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ആൾമോസ്റ്റ് ആൾ സ്പോയിലേജ് ഓർഗാനിസംസ്. അവിടെയും 85 മുതൽ 99% സ്പോയിലേജ് ഓർഗാനിസത്തിന് നശിപ്പിക്കുക. എന്താ സ്പോയിലേജ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാലിലുള്ളതും പാലിൽ ഉണ്ടാവുകയും നമ്മൾ ഒരു റൂം ടെമ്പറേച്ചർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഫ്ലെയറപ്പായി പാലിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഓർഗാനിസാണ് സ്പോയിലേജ് ഓർഗാനിസം എന്ന് പറയുക. ഇത് കഴിച്ചത് കൊണ്ട് നമുക്കൊരു അസുഖം ഉണ്ടാകണം നിർബന്ധമില്ല, അല്ലേ? അപ്പോൾ അതിനാണ് സ്പോയിലേജ് ഓർഗാനിസം പറയാം. അപ്പോൾ 2 ലക്ഷ്യങ്ങൾ. ഒന്നെന്താണ്? നമുക്ക് സേഫ് ആക്കി തരിക, നമുക്ക് കുഴപ്പമുണ്ടാകുന്ന പാത്തോജനിക് മൈക്രോ ഓർഗാനിസം നശിപ്പിക്കുക. 2 സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം. 85 to 99% സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം നശിപ്പിച്ച് കളയുക രണ്ടാമത്തെ ലക്ഷ്യം, അല്ലേ? അങ്ങനെ 2 ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. മെത്തേഡ്സ് നോക്കാം മക്കളെ. ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡ്, LT സിസ്റ്റം എന്ന് പറയും. LTTT അല്ല, LT സിസ്റ്റം, ലോ ടെമ്പറേച്ചർ ആൻഡ് ലോങ് ടൈം സിസ്റ്റം എന്ന് പറയുന്നു. ആൾസോ നോൺ ആസ് വാറ്റ് ഓർ ബാച്ച് ഓർ ഹോൾഡിംഗ് സിസ്റ്റം ഓഫ് പാസ്ചറൈസേഷൻ. 3 പേര് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണ് മക്കളെ? വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ LT ആണ്. ബാച്ച് പാസ്ചറൈസേഷൻ LT ആണ്. ഹോൾഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലും LT ആണ്. കാരണം എന്താ? അത് 30 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നു, അല്ലേ? എത്ര? 63 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് മിൽക്കിനെ ഹീറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഹോൾഡിംഗ് സിസ്റ്റം എന്ന് പറയുക. വലിയ വലിയ ബാച്ചുകളായിട്ട് ചെയ്യുന്നുണ്ട് ബാച്ച് പാസ്ചറൈസേഷനും, വലിയ വാറ്റുകൾ ചെയ്യുന്ന വാറ്റ് പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എത്ര? 63 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ്. മറന്നു പോകേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? 5 ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുപ്പിച്ച് സൂക്ഷിക്കും. ഇനി അടുത്ത ഹൈ ടെമ്പറേച്ചർ, HTST, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം സിസ്റ്റം. നോക്കൂ, ആൾസോ നോൺ ആസ് കണ്ടിന്യൂസ് ഫ്ലോ ഓർ ഫ്ലാഷ് പാസ്ചറൈസർ, അല്ലേ? ഫ്ലാഷ് പാസ്ചറൈസേഷൻ ഇത് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? കണ്ടിന്യൂസ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലാഷ് പാസ്ചറൈസേഷൻ. എന്താ കാര്യം? ഇവിടെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ വരും പോവും അല്ലേ? എത്ര നിമിഷം 15 സെക്കൻഡ് മാത്രമേ 72 ഡിഗ്രി സെന്റിഗ്രേഡ് നമ്മളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് പാസ്ചറൈസേഷൻ ഒരിടത്തു നിന്ന് തുടങ്ങി മറ്റൊക്കെ തീർന്നങ്ങ് അവസാനിക്കും, അല്ലേ? അല്ലേടാ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാഷ് വേഗം കഴിയുന്നതുകൊണ്ട് ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്നും എന്നെ വിളിക്കുന്നു. വാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ബാച്ച് സിസ്റ്റം എന്ന് പറഞ്ഞാലോ, ഹോൾഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ എന്താണ്? LT ആണ്. ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ HTST ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ മറ്റു പേര് കണ്ടിന്യൂസ് ഫ്ലോ, ഫ്ലാഷ് പാസ്ചറൈസർ, അല്ലേ? ഇതെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് HTST പാസ്ചറൈസർ ഗിവ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മിൽക്ക്, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് മിൽക്ക് ഫ്ലോ ആയിട്ട് വിച്ച് ഈസ് ഹീറ്റഡ് ടു 72 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 15 സെക്കൻഡ്സ്. ഇതും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 72 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് എത്ര? 15 സെക്കൻഡ് സമയത്തേക്കാണ് ഈ ചൂട് നിലനിർത്തുന്നത്, അല്ലേ? 15 സെക്കൻഡ് സമയത്തെ. അതുപോലെ ആൻഡ് കൂൾഡ് ടു 5 ഡിഗ്രി സെന്റിഗ്രേഡ് ഓർ ബിലോ, 5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്കോ അതിൻ്റെ താഴത്തേക്കോ അതിനെ തണുപ്പിച്ചെടുക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചിനോട് ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് കേട്ടോ. അതുപോലെ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വരച്ച് തന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തായാലും വളരെ വേഗത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അവിടെ എന്താണ്? ബാച്ചായിട്ട് വലിയ പാത്രത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ മിൽക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മിൽക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇതിനിടയ്ക്ക് ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേറ്റിൻ്റെ അടിയിൽ കൂടെ ചൂടുവെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യും. എന്ത് സംഭവിക്കും? ഈ വെള്ളത്തിലുള്ള ചൂട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ഈ പ്ലേറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോഴത്തേക്കും മിൽക്ക് ഹീറ്റായി. അത് നിശ്ചിത സമയം, ഇവിടെ എത്താൻ നിശ്ചിത സമയം കഴിഞ്ഞു, എത്ര? 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അടുത്ത ഈ തണുത്ത വെള്ളം ഇതുവഴി തിരിച്ചു പോകും. അപ്പോഴത്തേക്കും അതുവഴി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്നുള്ള ചൂട് നേരെ തിരിച്ച് ഇതിലേക്ക് വരും, ആ വെള്ളത്തിലേക്ക് വരും. അതിനിടയ്ക്ക് ഒരു പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോഴത്തേക്കും റീജനറേറ്റീവ് കൂളിംഗ്, കണ്ടോ? റീജനറേഷൻ ആൻഡ് ഹോൾഡിംഗ്. അവിടെ നമ്മൾ ഒരിക്കൽ കൊടുക്കുന്ന ചൂട് നമുക്ക് ഇങ്ങനെ മാറ്റി അത് വെള്ളത്തിൽ കൊടുക്കുന്ന ചൂട് മിൽക്കിലോട്ട് കിട്ടും. ആ മിൽക്ക് 15 സെക്കൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അടുത്ത പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി ഈ തണുത്ത വെള്ളത്തിലേക്ക് തിരിച്ച് ഈ ചൂട് കിട്ടും. അപ്പോൾ ഈ വെള്ളത്തിന് കുറച്ചുകൂടെ ചൂട് കിട്ടി. അപ്പോൾ അവിടെ എപ്പോഴും ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? ഹീറ്റിങ്ങിനും അതുപോലെ കൂളിങ്ങിനും വേണ്ടി പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ്ഡ് ഹിയർ ഫോർ ഹീറ്റിംഗ്, കൂളിംഗ്, റീജനറേഷൻ ആൻഡ് ഹോൾഡിംഗ്. ഇതിനെല്ലാത്തിനും എന്താണ് ഉപയോഗിക്കുക? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉപയോഗിക്കുക. നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കാനില്ല, ഇന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും റീജനറേഷൻ എന്ന് പറയുന്നത് മനസ്സിലായി കാണും, അല്ലേ? ഒരിക്കൽ നമ്മൾ ഇവിടെ നിന്ന് പുറമേ നിന്ന് കൊടുക്കുന്ന ചൂട് എപ്പോഴും ചൂട് അടിച്ചുകൊണ്ടിരിക്കുകയല്ല. കൊടുക്കുന്ന ചൂടിനെ
റീയൂസ് ചെയ്യാൻ ഇവിടെ പറ്റും. കാരണം ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, അത് റീയൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര പഠിച്ചാൽ മതി എന്താണ് LT സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മറ്റുള്ള പേരുകൾ വാറ്റ് ബാച്ച് ഹോൾഡിംഗ് സിസ്റ്റം. കാരണം അവിടെ ഹോൾഡ് ചെയ്യുന്നു എത്ര 30 മിനിറ്റത്തേക്ക് 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. ഇനി അടുത്ത ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ 15 സെക്കൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ 72 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അവിടെ നമ്മൾ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ കണ്ടിന്യൂസ് ഫ്ലോ എന്നും ഫ്ലാഷ് പാസ്ചറൈസർ എന്ന് പറയുന്നു. കാരണം മിൽക്കിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒരിടത്ത് നിന്ന് ഇങ്ങനെ പാല് വരും, അപ്പുറത്ത് പാസ്ചറൈസ് ചെയ്ത് എന്താക്കി പാല് പാക്കറ്റ് ചെയ്ത് വീണുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ് HTST തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിടത്തുനിന്ന് ഒരു മിൽക്ക് ഹോൾഡിംഗ് ടാങ്ക് ഉണ്ടാകും, അപ്പുറത്തുനിന്ന് പാക്കിംഗ് കഴിഞ്ഞ് സാധനം പുറത്ത് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കാം. ഓക്കെ, ഇനി ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ നോക്ക്. ഇവിടെ എന്താ ചെയ്യുന്നത്? ബോട്ടിലിൽ ആദ്യം പാലിനെ നിറയ്ക്കും അല്ലേ. ബോട്ടിൽ ഫിൽഡ് വിത്ത് റോ മിൽക്ക് ആൻഡ് ടൈറ്റ്ലി സീൽഡ് വിത്ത് സ്പെഷ്യൽ ക്യാപ്സ് ഈസ് ഹെൽഡ് അറ്റ് 63 to 66 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ്. ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷനിലുള്ള ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ഇത് ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. മഞ്ഞ അടിച്ചിരിക്കൊണ്ടേ 63 മുതൽ 66 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്ര 30 മിനിറ്റ് സമയത്തേക്ക് അല്ലേ. നേരത്തെ പറഞ്ഞ ഏകദേശം അതേ ടെമ്പറേച്ചറിനാണ്. Then the bottles pass through water sprays for decreasing temperature which cools both the product and the bottle. അപ്പോൾ ബോട്ടിൽ പിന്നെ തണുപ്പിക്കും ഉപയോഗിക്കും. ആദ്യം ബോട്ടിൽ അടച്ചിട്ടുള്ള പാസ്ചറേഷൻ പറഞ്ഞു. ഇനി വാക്വം പാസ്ചറേഷനിൽ ഇവിടെ വാസറേഷൻ അല്ലേ, വാക്വം നോക്കോ. This refers to pasteurization of milk or cream under reduced pressure by direct steam. Reduced pressure, വാക്വം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം റെഡ്യൂസ്ഡ് പ്രഷറാണ്. നമ്മൾ തന്നെ ഇങ്ങനെ വലിച്ചാൽ ഉള്ളിലേക്ക് എയർ വലിക്കുന്നുണ്ട് തന്നെ അവിടെ എന്താണ് റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ടാണ്, നമ്മുടെ കവിളിൻ്റെ ഇതകത്തോട്ട് പോകുന്നില്ല, അതാണ് വാക്വം. അപ്പോൾ അങ്ങനെ റെഡ്യൂസ്ഡ് പ്രഷറിൽ ഡയറക്റ്റ് സ്റ്റീമിലാണ് ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ദിസ് പ്രോസസ് ഈസ് കാൾഡ് വാസറേറ്റർ അല്ലേ. അതുപോലെ ഈ 2 വാക്ക് മാത്രം പഠിച്ചാൽ മതി. ഈ വാക്വം പാസ്ചറൈസേഷന് വേണ്ടി ചെയ്യുന്ന എക്യുപ്മെൻറ്റിന് പറയുന്ന പേര് വാസറേറ്റർ, അതുപോലെ പ്രോസസ്സിന് പറയുന്ന പേര് വാസറേഷൻ. അതുപോലെ വാസറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത്? റെഡ്യൂസ്ഡ് പ്രഷർ ചെയ്യുന്ന പരിപാടി എന്ന് വാസറേഷൻ എന്ന് പറയാം അല്ലേ, വാക്വത്തിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി സ്റ്റെറിലൈസേഷൻ നോക്കൂ. നേരത്തെ നമ്മൾ പാസ്ചറൈസേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ടേമാണ്. ഹിയർ ആൾ ദ മൈക്രോ ഓർഗാനിസംസ്, കംപ്ലീറ്റ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും അതിൻ്റെ സ്പോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം താരതമ്യേന നമ്മുടെ എൻവയോൺമെന്റിൽ നല്ല ചൂടാണെങ്കിലും ഡ്രൈനസ് ആണെങ്കിലും ഒക്കെ നശിച്ചു പോകാത്ത തരത്തിൽ ഒരു അപ് ടു എ സർട്ടൻ ടെമ്പറേച്ചർ വരെ നശിച്ചു പോകാത്ത തരത്തിൽ കിടക്കുന്ന സാധനമാണ് സ്പോറുകൾ. അങ്ങനെ ഇങ്ങനെയൊന്നും പോവുകയല്ല അല്ലയോ. അപ്പോൾ ഇവിടെ എന്താ സ്റ്റെറിലൈസേഷൻ എന്താണ്? ഹിയർ ഓൾ ദ മൈക്രോ ഓർഗാനിസംസ്, എല്ലാ മൈക്രോ അതിന് സ്പോയിലേജ് ആണോ പാത്തോജനിക് ആണോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ സ്പോർ പോണം, വെജിറ്റേറ്റീവ് ഫോംസ് പോകും അല്ലേ, ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ നോക്ക്, സോ ദാറ്റ് ബാക്ടീരിയൽ സ്പോയിലേജ് കനോട്ട് ഒക്കർ അണ്ടർ എനി സ്റ്റോറേജ് കണ്ടീഷൻസ്. എവിടെ കൊണ്ട് നിങ്ങൾ വെച്ചാലും ബാക്ടീരിയൽ സ്പോയിലേജ് പിന്നെ ഉണ്ടാവുകയില്ല. മനസ്സിലായോ? കണ്ടോ? ദിസ് എൻഷുവേഴ്സ് ദ പ്രിസർവേഷൻ ഓഫ് മിൽക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ അടച്ച് കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം ഈ പാല് നമ്മൾ ഇവിടെ നമ്മുടെ റൂം ടെമ്പറേച്ചർ കൊണ്ടുവച്ചാലും ഒരു കുഴപ്പം വരില്ല. കാരണം എന്താണ്? അതിനകത്തുള്ള എല്ലാ ബാക്ടീരിയ സ്പോറും വെജിറ്റൽ ഫോമും എല്ലാം നശിപ്പിച്ചു. അവ ഉണ്ടെങ്കിലേ കുഴപ്പമുണ്ടാവുള്ളൂ. അവിടെ പഠിച്ചിരിക്കേണ്ടതാണ് സ്റ്റെറിലൈസേഷൻ ആകുമ്പോൾ മാത്രമേ സ്പോറ് പോകത്തുള്ളൂ അല്ലേ. എല്ലാ മൈക്രോ ഓർഗാനിസവും സ്പോറും പൂർണ്ണമായിട്ടും പോകണമെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് പിന്നെ ഫർദർ കണ്ടാമിനേഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ സ്പോയിലേജ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിസർവേഷൻ ഓഫ് മിൽക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ പ്രിസർവേഷന് മിൽക്കിനെ പ്രാപ്തമാക്കുന്ന മെത്തേഡ് എന്ന് ചോദിച്ചാൽ എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു 15 ദിവസത്തിൽ കുറയാത്ത സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ റൂം ടെമ്പറേച്ചർ സൂക്ഷിച്ചാൽ ഒരു കുഴപ്പവും സ്റ്റെറിലൈസേഷൻ ചെയ്ത മിൽക്കിൽ വരത്തില്ല. ഇനി ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ നോക്കുക. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ആണ്. നോക്കുക എന്താ ചെയ്യാം ഇവിടെ? ഗുഡ് ക്വാളിറ്റി മിൽക്ക് എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഫിൽട്രേഷൻ ചെയ്യും. അതിനകത്തുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ, അരോമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഫിൽട്രേഷൻ ചെയ്യും. അതുപോലെ നമുക്ക് വിൽക്കാനുള്ള സാധനമാണ് ഇൻ ബോട്ടിൽ അടച്ച് വിൽക്കാനുള്ള സാധനം. അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം ടു ദ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ആൻഡ് സോൾട്ട് നോട്ട് ഫാറ്റ് കണ്ടന്റ് അല്ലേ. നമുക്ക് അറിയാം, നമ്മുടെ ഇപ്പോൾ നിലവിലാണെങ്കിൽ FSSAI പറയുന്നുണ്ട്, നീ പറഞ്ഞ കൗ മിൽക്കിനെ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസ്ഡ് കൗ മിൽക്ക് എന്ന് പറഞ്ഞ് വിൽക്കണമെങ്കിൽ എത്ര ശതമാനം മിൽക്ക് ഫാറ്റ് വേണം മിനിമം, എത്ര ശതമാനം SNF വേണം പറ. FSSAIയിൽ PFA എനിക്കറിയാം, നിങ്ങൾക്കറിയാം വാട്ടെവർ. അങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമിലേക്ക് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം?
നമുക്കാ നഷ്ടം. കാര്യം ചിലപ്പോൾ നമ്മൾ നിറയ്ക്കുന്ന പാലിൽ 4% ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വന്നില്ലയോ? വന്നു. അപ്പോൾ നിറയ്ക്കുന്നതിന് മുന്നേ ആദ്യം ഫിൽട്രേഷന് ശേഷം നമ്മൾ എന്ത് തരത്തിലുള്ള മിൽക്കായിട്ടാണ് ഇത് ഇൻബോട്ടിൽ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലെവലിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ് ചെയ്യണം അല്ലേ? ടു ദ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ആൻഡ് സോൾട്സ് നോട്ട് ഫാറ്റ് കണ്ടന്റ്. എഫ്സനൊപ്പം ഫാറ്റും കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇനി മിൽക്ക് ഈസ് ദെൻ പ്രീ ഹീറ്റഡ് ടു 60 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോളോഡ് ബൈ ഹോമോജനൈസേഷൻ ആൻഡ് ഫിൽഡ് ടു ക്ലീൻ സാനിറ്റൈസ്ഡ് ബോട്ടിൽ. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തു. ഇനി എന്ത് നേരെ കൊണ്ട് നിറച്ചാൽ മതിയോ? പോരാ. കൊണ്ടുവച്ചേക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനകത്തുള്ള പാലും വെള്ളവുമല്ല, പാലും അതിൻ്റെ ഫാറ്റും തിരിഞ്ഞു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഹോമോജനൈസേഷൻ ചെയ്യണം. എന്താ ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കും നമ്മൾ. എന്തായാലും എന്താ ഹോമോജനൈസേഷൻ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മിൽക്കിൻ്റെ ഫാറ്റിൻ്റെ ഗ്ലോബ്യൂൾസ് അത്യാവശ്യം വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്രാവിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റി അല്ല, അതിൻ്റെ ഡെൻസിറ്റിയുള്ള വ്യത്യാസം കൊണ്ട് അതിങ്ങനെ പൊന്തി മുകളിലോട്ട് വരികയും ക്രീം ലെയർ ഫോം ചെയ്യും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾ ആയതുകൊണ്ടാണ്. ഇതിനെ ചെറുതാക്കുക എന്നുള്ളതാണ് ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ നോസിലൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വലിയ ഫോഴ്സിൽ കടത്തി വിടുമ്പോഴത്തേക്കും മിൽക്ക് നല്ല കട്ടിയാകും മൊത്തത്തിൽ. കാരണം പെട്ടെന്ന് എന്താവത്തില്ല, ഈ ഫാറ്റ് പൊന്തി വരത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹോമോജനൈസേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഹോമോജനൈസേഷൻ ചെയ്യണം. അതിനു മുന്നേ ഈ പറഞ്ഞ പ്രീ ഹീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. കാരണം 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹോമോജനൈസ് ചെയ്താണ് നല്ലത്. 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കിയതിനു ശേഷം ഹോമോജനൈസ് ചെയ്തിട്ട് സാനിറ്റൈസ്ഡ് ബോട്ടിലിൽ ഫിൽ ചെയ്ത് ക്രൗൺ കോർക്ക് കൊണ്ട് അടച്ചതിന് ശേഷം, ക്രൗൺ കോർക്ക് അറിയാം, പഴയ നമ്മളെ പെപ്സിയുടെ കഴിച്ചു പൊട്ടിക്കുന്ന ബോട്ടിൽ ഇതില്ലേ, ക്രൗൺ കോർക്ക് കൊണ്ട് നമ്മൾ അടച്ചതിന് ശേഷം എന്ത് ചെയ്യും? അങ്ങനെ കുപ്പിക്കകത്താക്കി ബോട്ടിൽസ് ആർ സ്റ്റെറിലൈസ്ഡ് അറ്റ് 108 to 111 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 25 മുതൽ 30 മിനിറ്റ്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവില്ല. അതിനേക്കാൾ ടെമ്പറേച്ചറിൽ 25 മുതൽ 30 മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കും. മനസ്സിലായില്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? ദെൻ കൂൾഡ് സ്ലോലി ടു റൂം ടെമ്പറേച്ചർ. റിസൾട്ടൻ്റ് മിൽക്കിൽ എന്ത് കിട്ടും? ഒരു ബ്രൗണിഷ് കളറും കുക്കൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഒരു ഇച്ചിരി ഇരുണ്ട കളർ ഉണ്ടായിരിക്കും. കാരണം ഇത്രയും ടെമ്പറേച്ചർ ആയല്ലടാ. കുക്ക് ചെയ്ത ടേസ്റ്റും ഉണ്ടായിരിക്കും. ഒരു കുഴപ്പമില്ല. നമുക്ക് 15 ദിവസം എന്താ റൂം ടെമ്പറേച്ചർ സൂക്ഷിക്കാം, പൊട്ടിച്ച് കുടിക്കാം അല്ലേ? ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ഓക്കെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇതുപോലെ ഇൻ ബോട്ടിൽ വരുന്ന മിൽക്ക് കണ്ടിട്ടുണ്ടാവും. മിൽമയുടെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇനി അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ നോക്കാം. ടെമ്പറേച്ചർ പിന്നെയും കൂട്ടാൻ പോകുന്നു. മിൽക്ക് ഈസ് ഹീറ്റഡ് ടു ടെമ്പറേച്ചർ ഓഫ് 135 to 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 1 to 8 സെക്കൻഡ്സ്. അതായത് ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ ഇതൊരു ഹോൾഡിംഗ് ടൈപ്പാണ് അല്ലേ? നമുക്കിതുപോലെ കറക്റ്റ് പടപടാ ഇപ്പം ഞാൻ ഒരു കണ്ടിന്യൂസ് ഫ്ലോ പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ അൾട്രാ ഹൈയിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. 1 മുതൽ 8 സെക്കൻഡ് തൊട്ട് തന്നെ ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ കംപ്ലീറ്റ് ആവണം. എന്നാലും നമുക്കൊരു ഫാക്ടറി സെറ്റിങ്സിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മറ്റെടുത്താകുമ്പോഴത്തേക്ക് ഒരിടത്ത് ഒരു ഹോൾഡിംഗ് റൂമിൽ നിന്ന് ഇങ്ങനെ ഹോൾഡിംഗ് വാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മിൽക്ക് വന്നുകൊണ്ടിരിക്കും, പാസ്റ്ററൈസേഷൻ നടന്നുകൊണ്ടിരിക്കും, പാക്കറ്റായി വീണുകൊണ്ടേയിരിക്കും അല്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എല്ലാ ബാക്ടീരിയൽ സ്പോർസിനും നശിപ്പിക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അൾട്രാ ഹൈ ഉപയോഗിക്കുമ്പോൾ 135 മുതൽ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്ര 1 മുതൽ 8 സെക്കൻഡ് സമയത്തേക്ക് അല്ലേ? നോക്ക്, അതെന്താണ് ഇവിടെ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. റിസൾട്ടൻ്റ് പ്രൊഡക്റ്റിന് കളർ ചേഞ്ചും ഫ്ലേവർ കളറും അത്ര വ്യത്യാസം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ്റെ പ്രത്യേകത. കാരണം എന്താണ്? കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ ചൂട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നാലും റിസൾട്ടൻ്റ് പ്രൊഡക്റ്റിന് എന്തുണ്ടാവും? ഈ പറഞ്ഞ പോലുള്ള ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. എന്താണ്? ഈ പറഞ്ഞ നമ്മുടെ ബാക്ടീരിയ ഒക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. ബാക്ടീരിയയും അതിൻ്റെ സ്പോറുകളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Dash is defined as an emulsion of fat in a watery solution of lactose and mineral salts അല്ലേ? ഡെഫിനിഷൻ ചോദിച്ചിരിക്കുന്നതാണ് മിൽക്കാണ്. നമുക്കറിയാം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ഹോൾ മിൽക്ക് നമുക്കറിയാം 87.2 ആണ്. അതുപോലെ ഡ്രൈ മാറ്റർ എത്ര 12.7 ആണ്. ഫാറ്റ് പെർസെൻറ്റേജ് ഹോൾ മിൽക്കിൽ നോർമലി നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ നോക്കുമ്പോൾ 3.8 ആണ്. അതുപോലെ പ്രോട്ടീൻ എത്ര മക്കളെ വരുന്നത് 3.5 ആണ് അല്ലേ? അതുപോലെ ലാക്ടോസ് എത്ര 4.8 ആണ് വരുന്നത്. അതുപോലെ ആഷ് എത്ര വരും 0.65 വരുന്നത് അല്ലേ? ഇനി ലാക്ടോസ് എന്താണ്? ഇതൊരു ഡൈസാക്കറാണ്, മറന്നു പോകേണ്ട. അതിൽ എന്താണ്? ഗ്ലൂക്കോസും ഗാലക്ടോസ് ആണുള്ളത് അല്ലേ? ലാക്ടോസ് കണ്ടെയ്ൻസ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് അല്ലേ? ഡി ആണ് ഉത്തരം. അതുപോലെ കേസീൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് പ്രോട്ടീൻ എത്ര 80%. മിൽക്ക് പ്രോട്ടീൻ്റെ മൊത്തം 80% കേസീൻ ആണ് നമുക്കറിയാം.
ബയോളജിക്കൽ വാല്യൂ ഓഫ് മിൽക്ക് നമുക്കറിയാം 90%. പ്രീവിയസ് ക്വസ്റ്റൻ കൂടെയാണ്. മിൽക്ക് ഈസ് എ പുവർ സോഴ്സ് ഓഫ് ഡാഷ്. പ്രീവിയസ് ക്വസ്റ്റൻ എന്താണ്? അയൺ അല്ലേ? ഓക്കെ, മറക്കണ്ട. അതുപോലെ മിൽക്ക് കണ്ടെയ്ൻസ് കാൽഷ്യം ഫോസ്ഫറസ് അറ്റ് ദ റേഷ്യോ 1:2 അല്ലേ? 1:2 എന്ന റേഷ്യോയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മിനിമം ഫാറ്റ് കണ്ടന്റ് ഓഫ് കൗസ് മിൽക്ക് എന്ന് പറഞ്ഞ് വിൽക്കണമെന്നുണ്ടെങ്കിൽ PFA സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര? 3.5% ഫാറ്റ് വേണം. പുതുതായിട്ട് അത്രയും പോരാ. FSA ആണെങ്കിൽ 3.3 മതി അല്ലേ? ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മിനിമം ഫാറ്റ് കണ്ടന്റ് ഓഫ് ബഫല്ലോ മിൽക്ക് 5% വ്യത്യാസമില്ല FSAയിൽ. അതുപോലെ മിനിമം ഫാറ്റ് കണ്ടന്റ് ഓഫ് ഗോട്ട് മിൽക്ക് എത്ര? 3.5%. ഇവിടെ വ്യത്യാസമുണ്ട്. അതുപോലെ ഫാറ്റ് കണ്ടന്റ് ഓഫ് ടോണ്ട് മിൽക്ക് ആകുമ്പോൾ ഇത്ര 3% വരുന്നത്. അതുപോലെ ഡബിൾ ടോണ്ട് മിൽക്ക് 1.5 ആണ് PFAയിൽ വരുന്നത്, 1.3 ആണ് നമ്മുടെ FSSAയിൽ പോയിരുന്നത്. അതുപോലെ ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മിനിമം ഫാറ്റ് കണ്ടന്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ 4% വേണം അല്ലേ? അതുപോലെ SNF കണ്ടന്റ് ഓഫ് കൗസ് മിൽക്ക് നമുക്ക് മറക്കണ്ട, 8.5%. ബഫല്ലോ മിൽക്കിൻ്റെ SNF കുറച്ചുകൂടെ കൂടുതലാണ്, 9%. അതുപോലെ ഗോട്ട് മിൽക്കിൻ്റെ SNF എത്ര മക്കളെ? 9%. അതുപോലെ SNF കണ്ടന്റ് ടോണ്ട് മിൽക്കിൻ്റെ SNF കണ്ടന്റ് 8.7%. അതുപോലെ മിനിമം SNF കണ്ടന്റ് ഡബിൾ ടോണ്ട് മിൽക്ക് ആകുമ്പോഴത്തേക്ക് എത്ര വരുന്ന മക്കളെ? വ്യത്യാസം ഉണ്ടല്ലേ? എന്നാൽ 9%. അതുപോലെ ആസ് പെർ PFA, ഇതെല്ലാം ഞാൻ ടെക്സ്റ്റിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ FSA സ്റ്റാൻഡേർഡ്സ് സാർ കുറച്ചുകൂടെ റെഫറൻസ് ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക്, അതിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കി വെച്ചേക്കാൻ മതി. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടോ? ഓക്കെ, ആസ് പെർ PFA സ്റ്റാൻഡേർഡ്സ് മിനിമം SNF കണ്ടന്റ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് SNF എത്ര മക്കൾ വരുന്നത്? സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് 8% വരണം അല്ലേ? അതുപോലെ ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മിനിമം SNF കണ്ടന്റ് സ്കിംഡ് മിൽക്ക് ആകുമ്പോൾ സ്കിംഡ് മിൽക്ക് നമുക്ക് എപ്പോഴും എത്രയാണ്? 8.7 സ്കിംഡ് മിൽക്കിൽ വരിക. അതുപോലെ മിനിമം ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മിനിമം ഫാറ്റ് പെർസെൻറ്റേജ് ഐസ്ക്രീം ഫാറ്റ് പെർസെൻറ്റേജ് എത്ര? 10% മിനിമം. അതുപോലെ ടോട്ടൽ സോളിഡ്സ് എത്ര? ഐസ്ക്രീമിൻ്റെ 36%. അതുപോലെ മിൽക്ക് പൗഡറിൽ എത്ര ഫാറ്റ് എത്ര വരണം? 26% അല്ലേ? അതുപോലെ മോയ്സ്ചർ എത്ര വരാം? മാക്സിമം 5 കൂടാൻ പാടില്ല. അതുപോലെ ആസ് പെർ PFA ആൻഡ് BF സ്റ്റാൻഡേർഡ്സ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ഗീ ഷുഡ് നോട്ട് എക്സീഡ് 0.5 കൂടാൻ പാടില്ല. അതുപോലെ ഗീ ഷുഡ് കണ്ടെയ്ൻ മിനിമം ഡാഷ് % ഫാറ്റ് നമുക്കറിയാം 99.5 എത്ര ആയിരിക്കണം? ഗീ എന്ന് പറഞ്ഞാൽ ഫാറ്റ് തന്നെ ആയിരിക്കണം. ആസ് പെർ PFA റൂൾസ് 1976 ടേബിൾ ബട്ടർ ഷുഡ് കണ്ടെയ്ൻ മിനിമം പെർസെൻറ്റേജ് ഓഫ് ഡാഷ് എത്ര? 80% ഫാറ്റ് വരേണ്ടത് മിനിമം. അതുപോലെ ആസ് പെർ PFA റൂൾസ് 1976 കോമൺ സാൾട്ട് എത്ര? 3% കൂടാൻ പാടില്ല, ഷുഡ് നോട്ട് എക്സീഡ് 3%. അതുപോലെ ബട്ടർ അല്ലെങ്കിൽ ബട്ടറിലുള്ള കാർഡിൻ്റെ അംശം 1.5% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ബൈ വിർച്യൂ ഓഫ് ദ ചില്ലിംഗ് ദ മിൽക്ക് ബിക്കംസ് എന്താ സംഭവിക്കുന്നത്? മൈക്രോ ഓർഗാൻസ് ആർ കിൽഡ് ആണോ? ഒന്നുമല്ല, കീപ്പിംഗ് ക്വാളിറ്റി കൂടും അല്ലേ എന്നാണ്. ചില്ലിംഗ് മൂലം കീപ്പിംഗ് ക്വാളിറ്റി കൂടും. അതുപോലെ LT സിസ്റ്റം ലോങ് ടൈമാണ്. അപ്പോൾ എത്ര? 30 മിനിറ്റ്. എത്ര സമയം? 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അല്ലേ? 30 മിനിറ്റാണ് വയ്ക്കേണ്ടത്. വാസറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാക്വം പാസ്ചറേഷൻ ഉപയോഗിക്കുന്ന സാധനം വാസറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും HTST ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈമാണ്, മറക്കണ്ട. ഹീറ്റ് 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 15 സെക്കൻഡ്സ് അല്ലേ? 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തണുപ്പിക്കും. അതുപോലെ ഇൻബോട്ടിൽ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും ഒരു ഹോൾഡിംഗ് ടൈം ഉണ്ടല്ലേ? എന്താണ്? 63, 66, 30 മിനിറ്റ് നേരത്തേക്ക്. അതുപോലെ ഡാഷ് ക്യാൻ എൻഷുർ റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ ഓഫ് മിൽക്കിൻ ഫോർ 15 ഡേയ്സ്. ഏതാണ്? സ്റ്റെറിലൈസേഷൻ ചെയ്താൽ നമുക്ക് 15 ദിവസത്തേക്ക് റൂം ടെമ്പറേച്ചർ പ്രിസർവേഷൻ പോസിബിൾ ആകും അല്ലേ? ഇനി അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ മിൽക്ക് എന്താ ചെയ്യുന്നത്? UHT സ്റ്റെറിലൈസേഷനിൽ വളരെ ഉയർന്ന ടെമ്പറേച്ചർ 135, 150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കിയിട്ട് എത്ര? 1 മുതൽ 8 സെക്കൻഡ് സമയത്തേക്ക്. ഇതാണ് എൻ്റെ ഹീറ്റിൻ്റെയും ടൈമിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ. അതുപോലെ ഇനി ഇൻബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ക്രൗൺ കോർക്ക്ഡ് മിൽക്ക് ബോട്ടിൽസ് ആർ സ്റ്റെറിലൈസ്ഡ് അറ്റ് ക്രൗൺ കോർക്ക്ഡ് മിൽക്ക് ബോട്ടിൽസ് 108, 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 20-30 മിനിറ്റ് അല്ലേ? അപ്പോൾ അതിനുശേഷം കിട്ടുന്ന സാധനത്തിൽ റിസൾട്ടൻ്റ് മിൽക്കിന് കുക്ക്ഡ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ. ദ റിസൾട്ടൻ്റ് മിൽക്ക് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ഡാഷ് ഹാസ് എ കുക്ക്ഡ് ടേസ്റ്റ്. ഏതാണ്? നമുക്കറിയാം എന്താണ്? നമ്മുടെ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു കുക്ക് ടേസ്റ്റൊക്കെ വരിക. നോക്കാം. കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് മിൽക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മിൽക്ക് ഈസ് എൻ ഇമൽഷൻ ഓഫ് ഫാറ്റ് ഇൻ എ വാട്ടറി സൊല്യൂഷൻ. ഇമൽഷൻ ഓഫ് ഫാറ്റ് ശരിയാണ്. വാട്ടറി സൊല്യൂഷൻ ഓഫ് ലാക്ടോസ് ആൻഡ് മിനറൽ സാൾട്ട്സ് വിത്ത് പ്രോട്ടീൻ ഇൻ എ കൊളോയിഡ് സൊല്യൂഷൻ. ശരിയാണല്ലോ? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മിൽക്ക് മേ ആൾസോ ബി ഡിഫൈൻഡ് ആസ് എ ഹോൾ ഫ്രഷ് ക്ലീൻ ലാക്ടോസ് സെക്രീഷൻ ഒബ്റ്റൈൻഡ് ബൈ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് 1 or more ഹെൽത്തി മിൽക്ക് ആനിമൽസ് എക്സ്ക്ലൂഡിംഗ് ദാറ്റ് ഒബ്റ്റൈൻഡ് വിത്തിൻ 10 days ബിഫോർ ആൻഡ് 15 തെറ്റാണല്ലോ. ഇവിടെ 15 days വരുന്നത്, അപ്പോൾ തെറ്റാണ്. ഓക്കെ, ഉത്തരമായിരിക്കും B ആയിരിക്കും. അതുപോലെ ഇൻ മിൽക്ക് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആർ പ്രസന്റ് ഇൻ ദ റേഷ്യോ 1:2 ആണല്ലേ? അതുപോലെ ഡാഷ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗൻസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്. ഏതാണ് മക്കളെ? ചില്ലിംഗ് ആണ് എൻ്റെ ഉത്തരം അല്ലേ?
Dash is the process of heating every particle of milk to at least 63 degrees Celsius for 30 minutes or 72 centigrade of 15 seconds. എന്താണ് പറയുന്നത്? പാസ്ചറൈസേഷൻ എന്നാണ്. HTS സിസ്റ്റം is otherwise known as എന്താൻ്റെ പേര്? ബോത്ത് A and B രണ്ട് പേരും ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ഫ്ലോയും ഫ്ലാഷ് പാസ്ചറൈസർ. അതുപോലെ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു 72 degrees centigrade for 15 seconds and cooled to 5 degrees centigrade or below in Dash system of pasteurization. 15 സെക്കൻഡിലേക്ക് 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്? എന്താ മക്കളെ? കണ്ടിന്യൂസ് ഫ്ലോ അല്ലെങ്കിൽ HTST എന്നാണ് അല്ലേ. അതുപോലെ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇതിലാണ് ഉപയോഗിക്കുന്നത്? ഫ്ലാഷ് പാസ്ചറൈസേഷനിൽ അല്ലെന്നുണ്ടെങ്കിൽ HTST രണ്ടും ഒന്നാണ്. അപ്പോൾ ബോത്ത് A and C, D ആണ് ഉത്തരം. ഡാഷ് റെഫേഴ്സ് ടു പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഓർ ക്രീം അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. എന്താണ്? വാക്വം പാസ്ചറൈസേഷൻ, റെഡ്യൂസ്ഡ് പ്രഷറിൽ നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ ആൾ ദ മൈക്രോ ഓർഗാനിസംസ് ഫോഴ്സ് ആൻഡ് വെജിറ്റേറ്റീവ് ഫോംസ് പ്രസന്റ് ഇൻ മിൽക്ക് ആർ ഡിസ്ട്രോയിഡ് ഇൻ ഏത്? സ്റ്റെറിലൈസേഷൻ അല്ലേ. അതുപോലെ പാസ്ചറൈസേഷൻ ഇൻവെൻറ്റഡ് ബൈ ആരാണ്? ലൂയിസ് പാസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് അല്ലെ, പ്രോട്ടീൻ കമ്പോണന്റ് ഈസ് പ്രസന്റ് ഇൻ ദ മിൽക്ക് ആസ് എങ്ങനെയാണ്? ഒരു കൊളോയിഡ് സൊല്യൂഷനാണ് കാണപ്പെടുന്നത് അല്ലേ. സി ആണ്. പ്രോട്ടീൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? കൊളോയിഡ് സൊല്യൂഷനാണ് കാണപ്പെടുന്നത്. ലാക്ടോസ് ദ ഷുഗർ ഫൗണ്ട് ഇൻ മിൽക്ക് ഈസ് എ ഡൈസാക്കറൈഡ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് വിച്ച് ഓഫ് ദ ടു സിമ്പിൾ ഷുഗർ? നമുക്കറിയാം ഗാലക്ടോസും ഗ്ലൂക്കോസും, മറന്നു പോകണ്ട. The protein present in milk which is most abundant, making up approximately 80% of the total protein. ഏതാണ് മക്കളെ? കേസിനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ. ഇത്രയേ ഉള്ളൂ അല്ലേ, വലിയ റെക്കഷൻ വേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിസ്റ്റഡ് ആസ് എ കോമ്പണന്റ് ഓഫ് വേ പ്രോട്ടീൻ. താഴ്ന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ്റെ ഭാഗമായത് ഏത്? ലാക്ടോ ആൽബ്യൂമിൻ ഉണ്ട്, ലാക്ടോ ഗ്ലോബുലിൻ ഉണ്ട്, ഇതെല്ലാം പഠിച്ചാണല്ലേ നമ്മൾ. അതുപോലെ ഫോർ വാട്ട് മിനിമം പീരീഡ് ഡസ് സ്റ്റെറിലൈസേഷൻ പ്രിസർവ് മിൽക്ക് ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ അല്ലേ. സ്റ്റെറിലൈസേഷൻ ചെയ്താൽ എത്ര? ഡേറ്റ് ഓഫ് മാനുഫാക്ചർ തൊട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നോട്ട് ലെസ് ദാൻ 15 days വരെ നമുക്ക് പ്രിസർവ് ചെയ്യാം. വാട്ട് ആർ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് ടൈം പാരാമീറ്റേഴ്സ് ഫോർ സ്റ്റെറിലൈസേഷൻ സ്റ്റെപ്പ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് വരുന്നത് മക്കളെ? 108, 111, 25, 30 മിനിറ്റ് അല്ലേ. അതുപോലെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ, ഇതെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്, നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ദ മിൽക്ക് ഈസ് സ്റ്റെറിലൈസ്ഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 108 to 111 degrees Celsius 25 to 30 minutes. ശരിയാണ് അല്ലേ. നിങ്ങളെ ദിസ് മെത്തേഡ് റിസൾട്ട്സ് ഇൻ വെരി ലിറ്റിൽ ചേഞ്ച് ടു ദ മിൽക്സ് ഒറിജിനൽ കളർ ആൻഡ് ഫ്ലേവർ. തെറ്റാണ്. ഇതിലൂടെ ചേഞ്ച് ഉണ്ടാവും. ഉത്തരം C ആണ് അല്ലേ. ഉത്തരം കിട്ടിയില്ലേ? മാത്രം നോക്കാം. ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് അക്വയർസ് എ ബ്രൗണിഷ് കളർ ആൻഡ് എ കുക്ക്ഡ് ടേസ്റ്റ്. ശരിയാണ്. 4 തെറ്റാണ്. നോക്കാം. ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു. തെറ്റാണ് അല്ലേ. അടുത്ത ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഡിസ്ക്രൈബ്ഡ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHT solution heats milk to 135 to 1504 for 1 to 8 seconds. UHT അങ്ങനെയാണ് മക്കളെ ചെയ്യുന്നത്. നോക്കാം, അവിടെ നിൽക്കട്ടെ. എനിക്ക് ചെറിയ സംശയം പെട്ടെന്ന് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ. ഇൻബോർഡ് സ്റ്റെറിലൈസേഷൻ ദ പ്രിഫേർഡ് മെത്തേഡ് ഫോർ പ്രിസർവിംഗ് ദ മിൽക്സ് ഒറിജിനൽ ഫ്ലേവർ. തെറ്റാണ് അതല്ലേ. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 തെറ്റെന്ന് പറയുന്നതിനെ മാത്രം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇതും കളയാം. ഓക്കെ. ഡ്യൂറിങ് ഇൻബോർഡ് സ്റ്റെറിലൈസേഷൻ മിൽക്ക് ഈസ് പ്രീ ഹീറ്റഡ് ടു 60 degrees centigrade ബിഫോർ ഹോമോജനൈസേഷൻ. ഇൻബോട്ടിൽ ഹോമോജനൈസേഷൻ മുന്നേ ശരിയാണ്, 60 degrees centigrade ചൂടാക്കും അല്ലേ. അത് ശരിയാണ്. അപ്പോൾ ആ തെറ്റെന്ന് പറയണത് നമുക്ക് കളയാം. D ആണ് ഉത്തരം. കണ്ടോ. അപ്പോൾ ഒന്നാമത് ചെറിയ സംശയം വന്നാൽ ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടി. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഇൻബോർഡ് പാസ്ചറൈസേഷൻ. ഇൻബോർഡ് പാസ്ചറൈസേഷൻ ആണ്. ദ പ്രോസസ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് സീൽഡ് ബോട്ടിൽസ് ഓഫ് മിൽക്ക് ഫോർ 30 minutes. 30 minutes ആണോ? ചെറിയ സംശയം കിടക്കുന്നു. ട്രൂ അല്ലേ വെച്ചിരിക്കുന്നത്? കിടക്കട്ടെ. ദ മിൽക്ക് ഈസ് പാസ്ചറൈസ്ഡ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ യൂസിങ് ഡയറക്റ്റ് സ്റ്റീം. ഇൻബോട്ടിൽ ഡയറക്റ്റ് സ്റ്റീം ഒന്നും ഉപയോഗിക്കുന്നില്ല. റെഡ്യൂസ്ഡ്, അത് വാസറേഷൻ ആണ് അല്ലേ. തെറ്റാണത്. അതുകൊണ്ട് തന്നെ 2 ശരി എന്ന് പറയുന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. കൂളിംഗ് ഈസ് അച്ചീവ്ഡ് ബൈ പാസിംഗ് ദ ബോട്ടിൽസ് ത്രൂ വാട്ടർ സ്പ്രേസ്. ഓക്കെ ഫൈൻ, ശരിയാണ്. ചെറിയ സംശയം. ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ പ്രോസസ് കാൾഡ് വാസറേറ്റർ. തെറ്റാണ്. ഇതും പോയി. ഉത്തരം കിട്ടി C അല്ലേ. ലളിതമായി കിട്ടിയില്ലേ? ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ പാസ്ചറൈസേഷൻ മെത്തേഡ്സ് ഡിസ്ക്രൈബ്ഡ്. വാസറേഷൻ ഇസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഡയറക്റ്റ് സ്റ്റീം ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ. ശരിയാണ്. തെറ്റല്ലേ വെച്ചിരിക്കുന്നത്? 1 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. Aയും Bയും വരില്ല. ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷൻ ഹീറ്റ്സ് മിൽക്ക് ടു എ ടെമ്പറേച്ചർ ഓഫ് 63 to 16 seconds. ഇൻ ബോട്ടിൽ പാസ്ചറൈസേഷനിൽ അങ്ങനെയൊന്നുമല്ല. 15 സെക്കൻഡിലൊന്നും ചെയ്താൽ അത് ശരിയാവുകയല്ല. തെറ്റ് തന്നെയാണ് അല്ലേ അത്. ഉത്തരം കിട്ടിയതാ. ഉത്തരം D ആണ്. കണ്ടോ, പെട്ടെന്ന് ഉത്തരം കിട്ടണം. കണ്ട. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പടപടാ ചെയ്യുക കേട്ടോ. പടപടാ എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് തന്നെ ചെയ്യുക. ഉറപ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എലിമിനേഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ബാക്കിലോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. ഒരിക്കലും ഒരാളുടെ അസൂയ വെച്ച് പുലർത്തരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരാളുടെ അസൂയ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകും. ഒരു സംശയം വേണ്ട. ഈ ലോകത്ത് അസൂയാലുക്കളായ ആൾക്കാരുടെ എല്ലാം ഗ്രോത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ അസൂയ ഇല്ലാത്ത ആൾക്കാരെ, മറ്റുള്ള ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ, മറ്റുള്ളവരുടെ ഗ്രോത്തിലും കൂടെ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ.
അവർ വച്ചടി മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതെല്ലാം കളയുക. ആ നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞ് നിങ്ങളുടെ സെൽഫ് ഇംപ്രവൈസേഷനിൽ മാത്രം ശ്രദ്ധിക്കുക. ഉറപ്പായിട്ട് എൻ്റെ കുട്ടികൾ എക്സലൻസിലേക്ക് ഉയരും. താങ്ക് യു.